ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഓർമ്മയില്ലേ? കഴിഞ്ഞ സെഷന് എല്ലാവരും കണ്ടതല്ലേ? കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ? വാച്ച് ചെയ്തതല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫോറക്സ് മാർക്കറ്റ്, അതെങ്ങനെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയി കിടക്കുന്നു, അതിൽ വരുന്ന പ്രത്യേക ടേംസുകൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, നമുക്ക് തരുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലേ? അതേപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അതേപോലെ അതിൽ വരുന്ന നമ്മൾ ട്രേഡ് ചെയ്യുന്ന അസറ്റുകൾ, ട്രേഡ് ചെയ്യാൻ പോകുന്ന കറൻസി പെയർസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ബേസ് കറൻസി എന്താണ്, കോഡ് കറൻസി എന്താണ്, അതേപോലെ ഈ ഓരോ വരുന്ന വ്യത്യാസങ്ങൾ, ഡിഫറൻസസ്, അതിന്റെ വാല്യൂ നമ്മൾ പിപ്പ് വാല്യൂ ആയിട്ട് കണ്ടു, അല്ലെ? അങ്ങനെ പിപ്പിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾസോ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, നമ്മൾ എന്താണ് സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാല്, അതേപോലെ അങ്ങനത്തെ കുറച്ച് ടേംസുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നോണം നമ്മൾ ഇനി നെക്സ്റ്റ് ബേസിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇനി കിടക്കുന്നത്. ഓക്കെ. എല്ലാവരും റെഡി അല്ലേ? യെസ്. ഓക്കെ. മാക്സിമം എല്ലാവരും ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബേസിക്സിന്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഓക്കെ. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് കറൻസി പേഴ്സിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോണേ. ഓക്കെ. കറൻസി പേഴ്സ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ എല്ലാവരും? ഓക്കെ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കറൻസി പെയർ എന്ന് പറഞ്ഞാൽ, അല്ലെ? നമ്മളിപ്പോ ട്രേഡ് ചെയ്യാൻ പോകുന്നപ്പം വിവിധ രാജ്യങ്ങളുടെ ഓഡിബിൾ അല്ലാത്ത വിഷയമുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, 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 ഓക്കെ. അപ്പോൾ കഴിഞ്ഞ സെഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിലാണ് നമ്മൾ അവർ തമ്മിലുള്ള ട്രേഡാണ്, അവർ തമ്മിലുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം വിവിധ രാജ്യങ്ങളുടെ കറൻസി പെയർ എന്ന് പറയുമ്പോൾ കുറേ കറൻസി പെയർസ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ യൂറോ GBP, യൂറോ USD, അതേപോലെ യൂറോ ഇന്ത്യ, ഇങ്ങനെ കുറേ കറൻസി പെയർ ഉണ്ടാവും. വിവിധ രാജ്യങ്ങൾ തമ്മിലൊക്കെ കറൻസി പെയർസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും കറൻസി പെയർസിനെ പോയിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂന്ന് തരത്തില് കറൻസി പെയർസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ ആണ് മേജർ കറൻസി പെയർ, സെക്കൻഡ് വൺ ക്രോസ് കറൻസി പെയർ, ആൻഡ് തേർഡ് വൺ എക്സോട്ടിക് കറൻസി പെയർ. ഓക്കെ. ഈ ക്രോസ് കറൻസി പെയറിനെ തന്നെയാണ് നമ്മൾ മൈനർ കറൻസി പെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. മൈനർ കറൻസി പെയർ. അപ്പൊ നിങ്ങൾ നോട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നോട്ട് ചെയ്ത് പോണേ. ഓക്കെ. അപ്പം ത്രീ ഡിഫറെന്റ് കറൻസി പെയർസ് ഉണ്ട്: മേജർ കറൻസി പെയർ, മൈനർ കറൻസി പെയർ ആൻഡ് എക്സോട്ടിക് കറൻസി പെയർ. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ മേജർ കറൻസി പെയർ എന്താന്ന് നോക്കാം. ഓക്കെ. ഓക്കെ. മേജർ കറൻസി പെയർ എന്ന് വിളിച്ചാൽ, ലൈക്ക്, ഇതിൽ നിങ്ങൾ ഇവിടെ ഒരു കുറച്ച് കറൻസി പെയർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും. ഏതൊക്കെയുണ്ട്? യൂറോ USD, GBP USD, USD CHF, USD JPY, USD CAD, USD AUD USD, NSD USD. ഓക്കെ. അപ്പോ ഇതെന്താണ്? ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? മേജർ കറൻസി പെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടർ എന്താണ്? ഏതൊർ ചാറ്റ് ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കാം. ഓക്കെ. യു എസ് ഡി ഉണ്ട്. ഓക്കെ. USD ഉള്ളത് മാത്രമാണോ? ബാക്കിയുള്ള കൺട്രീസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഓക്കെ. അപ്പോ ഇവിടെ ആക്ച്വലി യൂറോപ്യൻ കൺട്രീസ് മാത്രമാണോ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ യൂറോ USD ഉണ്ട്, GBP USD ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് US ഡോളറാണ്, അല്ലെ? എല്ലാവരും ഇപ്പം പെയർ ചെയ്തിരിക്കുന്ന ഐറ്റം ഏതാണ്?
US ഡോളർ ആണ് പെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ US ഡോളർ പെയർ ചെയ്തിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ്, ജപ്പാന്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അഥവാ ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസികളായിട്ട് US ഡോളറായിട്ട് എന്ത് ചെയ്തേക്കാണ്? പെയർ ചെയ്തേക്കാണ് അല്ലെ? ഇവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ കറൻസി പെയറിനെ US ഡോളറായിട്ട് ഇവിടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പേയേഴ്സ്, ഈ കാണുന്ന 7 പേയേഴ്സ്, ഇതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? മേജർ കറൻസി പെയർ എന്ന് വിളിക്കുന്നത്. സിമ്പിളാണ്. ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസിയെ US ഡോളറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പെയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി മേജർ കറൻസി പെയർ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് വൺ ആണ് എന്ത്? ക്രോസ് കറൻസി പെയർ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തും വിളിച്ചിട്ടുണ്ട്? മൈനർ കറൻസി പെയർ എന്നും നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ആ കോമൺ ഫാക്ടർ ആയിട്ടുള്ള USD ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ആക്ച്വലി USD ഇല്ല. പകരം എന്തൊക്കെ ആയിട്ടാണ് ഇവിടെ പെയർ ചെയ്തിരിക്കുന്നത്? യൂറോ GBP, GBP JPY, അല്ലെ? GBP CHF, GBP AUD, യൂറോ JPY, AUD CAD. ഇങ്ങനെ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ കണ്ട കറൻസി പെയർ, മേജർ കറൻസി പെയറിലെ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, അവര് തമ്മിൽ എന്ത് ചെയ്തിട്ടുള്ളതാണുള്ളത്? പെയർ ചെയ്തിരിക്കുന്ന. അതായത് ഇത് നമ്മൾ നേരത്തെ കണ്ട മേജർ കറൻസി പെയർ. അവിടെ നമ്മൾ USD ഒഴിവാക്കിയിട്ട് യൂറോ GBP ആയിട്ട്, അല്ലെങ്കിൽ GBP CHF ആയിട്ട്, അല്ലെങ്കിൽ AUD CAD ആയിട്ട്, ഓക്കെ, ഇങ്ങനെ മേജർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ US ഡോളർ അല്ലാത്ത പെയറുകൾ, അതാണ് ആക്ച്വലി എന്ത്? മൈനർ കറൻസി പെയർസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സോട്ടിക് കറൻസി പെയർസ്. എക്സോട്ടിക് കറൻസി പെയർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഹോങ്കോങ് ഡോളർ ഉണ്ട്, SGD ഉണ്ട്, INR ഒക്കെ വരുന്നത് ഇതിലാ? എക്സോട്ടിക് കറൻസി പെയറിലാ. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ഡെവലപ്പിംഗ് കൺട്രീസിന്റെ, ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കറൻസി ആയിട്ട് US ഡോളറായിട്ട്, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസി ആയിട്ട് പെയർ ചെയ്യാം. ഇപ്പൊ GBP INR, യൂറോ INR, ഓക്കെ, യൂറോ INR, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരു എക്സോട്ടിക് കറൻസി പെയറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ മൈനർ കറൻസി പെയറിൽ തന്നെ ഈ കാണുന്ന എക്സാമ്പിൾ മാത്രമല്ല കേട്ടോ. അതായത് യൂറോക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് പെയർ ചെയ്യാം. യൂറോ GBP ആയിട്ട് പെയർ ചെയ്യാം, യൂറോ CHF പെയർ ചെയ്യാം, യൂറോ JPY, യൂറോ CAD, യൂറോ AUD, യൂറോ NS, ഇങ്ങനെയൊക്കെ പെയർ ചെയ്യാം. അതേപോലെ തന്നെ GBPക്കും ഈ പറയുന്ന പോലെ ഓരോരുത്തരായിട്ടും പെയർ ചെയ്യാം. ഇത് ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ ക്രോസ് കറൻസി പെയർ എന്നുള്ള ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മേജർ കറൻസി പെയർസ് ഈ 7 എണ്ണം മാത്രമാണ്. ഏതൊക്കെ? യൂറോ USD, GBP USD, USD CHF, USD JPY, USD CAD, AUD USD, NSD USD. ഇനി ഇതിന്റെ മറ്റൊരു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മേജർ കറൻസി പെയറിലായിരിക്കും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നതും ഏതിലാണ്? ഈ മേജർ കറൻസി പെയറിലാണ് കൂടുതലും അവർ ട്രേഡ് ചെയ്യുന്നത്. നമ്മളൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാർക്കറ്റിന്റെ കേസ്. നാട്ടിൻപുറത്തുള്ള ഒരു മാർക്കറ്റും ഒരു ടൗണിലുള്ള മാർക്കറ്റിലായിരിക്കും കൂടുതൽ മണി ഫ്ലോ വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം ഐഡിയ തന്നെ നിങ്ങൾ ഇവിടെ ആലോചിച്ചാൽ മതി. ലൈക്ക് ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ കറൻസീസ് US ഡോളറായിട്ട് പെയർ ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഏതിൽ വരുന്നത്? മേജർ കറൻസി പെയറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മണി ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. ഭയങ്കര ലിക്വിഡിറ്റി ഉണ്ടാവും ഈ ഒരു കറൻസി പെയർസിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്ന മൂവ്മെന്റ്സ് എന്ന് പറയുന്നതും ലാർജ് മൂവ്മെന്റ്സ്, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് ഈ കറൻസി പെയറിലാണ് ലഭിക്കുക. പക്ഷെ അത്രക്ക് ഇമ്പാക്റ്റ്, അത്രക്ക് മൂവ്മെന്റ്, അല്ലെങ്കിൽ അത്രക്ക് ലിക്വിഡിറ്റി ഈ പറയുന്ന ക്രോസ് കറൻസി പെയറിലോ അത്രയും തന്നെ നമുക്ക് എന്തിലും കിട്ടത്തില്ല. ഈ JBP INR അല്ലെങ്കിൽ USD INR കിട്ടത്തില്ല. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം.
ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് യൂറോ യു എസ് ഡിയുടെ ചാർട്ടാണ്. ഓക്കെ. ഈ യൂറോ യു എസ് ഡിയുടെ ചാർട്ടിൽ വരുന്ന മൂവ്മെന്റ്സ് എല്ലാം നമ്മൾ യു എസ് ഡി ഐ എൻ ആർ എടുത്താൽ നമുക്ക് കിട്ടുക. ഓക്കെ. ഞാൻ യു എസ് ഡി ഐ എൻ ആർ എടുത്തു. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കുറേ ഡോട്ടുകളും കാര്യങ്ങളുമാണ് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ, അതായത് യു എസ് ഡോളർ റേറ്റ് എടുത്ത ആ ഒരു ചാർട്ടിനെ പോലെയല്ല. ഓക്കെ. ഇവിടെ കണ്ടോ നിങ്ങൾ, കുറെ ഗ്യാപ്പുകളുണ്ട്, കുറെ ഡോട്ടുകളുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല യു എസ് ഡി ഐ എൻ ആറിൽ വരുന്നത്. അതേസമയം ഞാനൊരു യൂറോ യു എസ് ഡി എടുക്കുകയാണ്. ഓക്കെ. ആ സമയത്ത് യൂറോ യു എസ് ഡി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ റിവാർഡ് കിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മേജർ കറൻസി പെയറിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഈ മേജർ കറൻസി പെയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയർ എന്ന് പറയുന്നത് യൂറോ യു എസ് ഡി ആണ്. ഓക്കെ. യൂറോ യു എസ് ഡിയിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് ട്രേഡിംഗ് നടക്കുന്നത്. ഏതിലാണ്? യൂറോ യു എസ് ഡിയിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഏഴ് പേഴ്സിലും നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി മൈനർ പെയറിലാണെങ്കിൽ അതിലും ട്രേഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ലിക്വിഡിറ്റി കിട്ടുന്ന മാർക്കറ്റിൽ, കൂടുതൽ ലിക്വിഡിറ്റി കിട്ടുന്ന അസറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഏഴ് പെയറിൽ ഒന്ന് ചൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏഴ് പെയറിലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന പെയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? യൂറോ യു എസ് ഡി ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്സ് എ യു എസ് ഡി ഒരു ഫോറക്സ് പെയർ അല്ല, അതായത് ഒരു കറൻസി പെയർ അല്ല, അതൊരു മെറ്റൽ അല്ലേ, കൊമ്മോഡിറ്റി അല്ലേ? അതൊരു മെറ്റൽ ആണ്, കമ്മോഡിറ്റി ആണ്, അത് ഡിഫറെന്റ് ആണ്. ഓക്കെ. ഞാൻ അതിന്റെ ഒരു കാര്യം കൂടി പറയാം. അപ്പം എല്ലാവരും കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഗോൾഡ്. അതിന്റെ പേരിന്റെ പേരാണ് എന്ത്? എക്സ് എ യു യു എസ് ഡി. ഓക്കെ അല്ലെ? അതേപോലെ മറ്റൊന്നാണ് സിൽവർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എക്സ് എ ജി യു എസ് ഡി. ഓക്കെ. ഇത് ആക്ച്വലി ഒരു കറൻസി പെയർ അല്ല, ഒരു മെറ്റൽ അഥവാ കൊമ്മോഡിറ്റി ആയിട്ട് നമ്മൾ യു എസ് ഡോളർ ആയിട്ടുള്ള പെയറാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കറൻസി പെയറിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ ഈ ഗോൾഡിൽ ആക്ച്വലി നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടുക. അത് കമ്പാരിറ്റീവ്ലി ഈ ഒരു കറൻസി പെയറിൽ നിന്നും വേറൊരു ഡിഫറെന്റ് ടൈപ്പാണ്. പല ആൾക്കാരും അത് കറൻസി പെയറിന്റെ കൂട്ടത്തിലൊക്കെ കൂട്ടാറുണ്ട്. ഓക്കെ. ഇപ്പൊ യൂറോ എസ് ഡിയിലും ജി ബി പി എസ് ഡിയിലൊക്കെ കാണുന്ന പോലുള്ള നല്ല നല്ല മൂവ്മെന്റ്സ് നമുക്ക് ഗോൾഡിന്റെ കേസിലും നമുക്ക് അതിന്റെ ചാർട്ടിലും കാണാൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ലൈക്ക് ഇപ്പൊ ഞാൻ ഗോൾഡിന്റെ ആ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഫോറക്സ് കണ്ടോ, ഫോറക്സ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വരുന്നില്ല, ഓൾ എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ. ഗോൾഡിന്റെ ഓയാണ്ടന്റെ ചാർട്ട് എടുക്കുകയാണ്. കണ്ടോ, ഇവിടെയും കാണാൻ പറ്റും, നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഈ സ്ക്രീനിൽ വരക്കുന്നത് ആരാണ്? ഒന്ന് ഡ്രോയിങ്സ് ക്ലിയർ ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇതാണ് ഗോൾഡിന്റെ കേസ് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ഓൺ ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോറക്സ് മാർക്കറ്റ് സെഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം. ലൈക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു യൂറോ യു എസ് ഡി അല്ലെങ്കിൽ ഇതേപോലുള്ള മേജർ കറൻസി പെയർസിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഈ യൂറോ യു എസ് ഡിയോ അല്ലെങ്കിൽ വേറെ ഒന്നും കൂടി, അഥവാ നമ്മൾ ഒരു ട്രേഡ്, ഇവിടെ നമുക്ക് ഏഴ് അസറ്റ് അല്ലെങ്കിൽ ഏഴ് കറൻസി പെയർ ട്രേഡ് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഏയിലും മാറി 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 ട്രേഡ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അസറ്റ് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ച മെത്തേഡ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത് യൂറോ എസ് ഡിയിലും ജി ബി പി യു എസ് ഡിയിലും മാത്രമാണ്. അല്ലെങ്കിൽ യൂറോ എസ് ഡി അതേപോലെ എ യു ഡി യു എസ് ഡി, അല്ലെങ്കിൽ യൂറോ എസ് ഡി എ യു ഡി എസ് ഡി എൻ എസ് ഡി യു എസ് ഡി, ഇങ്ങനെ കുറച്ച് പേർ മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അത് നമുക്ക്
വളരെ എളുപ്പമായിട്ട് നമ്മളെ മൈൻഡിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് എടുക്കുന്ന ഒരു സാധനമല്ലേ. ലൈക്ക് നമ്മളിപ്പം വീട്ടിലേക്ക് പോവാണ്, ആ വഴി നമുക്കിപ്പോൾ ഏത് രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്കത് ബൈ ഹാർട്ടായിരിക്കും അല്ലേ. ആ ഒരു റോഡിൽ എവിടെയൊക്കെ ഹമ്പുണ്ട്, എവിടെയൊക്കെ കുഴിയുണ്ട്, എവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ആ വീട്ടിലേക്കുള്ള വഴി നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പോകണോണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതേസമയം നമ്മളൊരു പുതുതായിട്ടുള്ള ഒരു റോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടേണിങ് കഴിയുമ്പോഴേ നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഒരു പെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പെയർ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പം ഏത് സോണിലാണ്, നെക്സ്റ്റ് അതിന് പോസിബിൾ ആയിട്ടുള്ള സോണുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മളെ മൈൻഡിൽ ഓൾറെഡി തന്നെ ഉണ്ടാവും. നമുക്ക് ആ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ അവിടെ കത്തും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെയർ അല്ലെങ്കിൽ രണ്ട് പെയർ മാത്രം ഫോക്കസ് ചെയ്താൽ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിലിങ്ങും കൂടുതൽ അറ്റൻഷനും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന മൂവ്മെന്റ്സ് നമുക്ക് ഓൾറെഡി നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാനും നല്ല രീതിയിൽ അതിൽ ട്രേഡ് ചെയ്യാനും പറ്റും. അതേസമയം ഈ കറൻസി പെയറിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അവർക്ക് ഓരോരോ ചാർട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കേണ്ടി വരും, ഇതിലിപ്പോൾ എന്തായി അതിലെങ്ങനെയായി എന്നുള്ള കാര്യം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ മാക്സിമം ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം പേഴ്സിന്റെ എണ്ണം ചുരുക്കുക. മാക്സിമം ഒന്ന് അല്ലെങ്കിൽ രണ്ട് പേഴ്സ് മാത്രമാക്കിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫോറക്സ് മാർക്കറ്റ് സെഷനിലേക്ക് വരാം. ഓക്കെ. ഫോറക്സ് മാർക്കറ്റ് സെഷൻ. അപ്പോൾ നമ്മൾ കറൻസി പെയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫോറക്സ് മാർക്കറ്റ് സെഷൻ. ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് സെഷൻ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതാണ് ബേബി പിപ്സ്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ബേബി പിപ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് വന്നത് കണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ്. യെസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബേബി പിപ്സ് www.babypips.com ഇത് ഇവിടെ കണ്ടോ, ലേൺ ഫോറസ്റ്റ് ട്രേഡിംഗ് വിത്ത് ബേബി പിപ്സ്. ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ഈ ഒരു ബേബി പിപ്സിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുക. ഓക്കെ. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ടൂൾസ്. ഈ ടൂൾസിൽ തന്നെ സെക്കൻഡ് ലാസ്റ്റ് വൺ അഥവാ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് കണ്ടോ? ഓക്കെ. ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് അത് ക്ലിക്ക് ചെയ്യാം. ടൂൾസിൽ വരിക, ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ചാർട്ട് പോലെ ഒരു ബാർ ചാർട്ട് കാര്യങ്ങൾ കാണാം. ഇവിടെ ഒരു ക്ലോക്ക് കാണാം. ഓക്കെ. ഇവിടെ ഒരു ടൈം സോൺ ഉണ്ട്. ഇവിടെ 4 പേര് കൊടുത്തിട്ടുണ്ട്. സിഡ്നി ഉണ്ട്, ടോക്കിയോ ഉണ്ട്, ലണ്ടൻ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഈ 4 നമ്മുടെ എന്തെന്ന് പറഞ്ഞാല് ഫോറക്സ് മാർക്കറ്റ് സെഷൻ. സിഡ്നി സെഷൻ, ടോക്കിയോ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. നമുക്ക് 4 സെഷൻസ് ആണ് വരുന്നത്. ഫോറക്സ് മാർക്കറ്റിൽ 4 സെഷൻസ് ആണ് വരുന്നത്. ഒന്ന് സിഡ്നി സെഷൻ, ഓസ്ട്രേലിയ ആ ഏരിയയിലുള്ള സെഷനാണ്. അതായത് അവിടുത്തെ മാർക്കറ്റ്, അവിടുത്തെ എക്സ്ചേഞ്ച് ഓപ്പൺ ആവുന്ന സമയം മുതൽ ആ ഒരു എക്സ്ചേഞ്ച് ക്ലോസ് ആവുന്ന ആ ഒരു സമയം, അതാണ് സിഡ്നി സെഷൻ. അതേസമയം ഈ ടോക്കിയോ, നമ്മുടെ ഏഷ്യൻ സെഷൻ എന്നൊക്കെ പറയുന്ന സെഷനാണ് ടോക്കിയോ. ഇതിൽ അവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ ആയി അത് എൻഡ് ആവുന്ന ടൈം വരെയാണ് ഈ ഒരു ടോക്കിയോ സെഷൻ ഉണ്ടാവുക. ആൻഡ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ യു കെയിൽ മാർക്കറ്റ് അവിടുത്തെ ലണ്ടന്റെ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്ചേഞ്ച് ഓപ്പൺ ആയി അത് ക്ലോസ് ചെയ്യുന്ന സമയം. പിന്നെ ന്യൂയോർക്ക് ഒബ്വിയസ്ലി അമേരിക്കയിൽ അവിടുത്തെ മാർക്കറ്റ് അവിടുത്തെ എക്സ്ചേഞ്ച് ഓപ്പൺ ആയി അത് ക്ലോസ് ആവണ ടൈം. ഓക്കെ. ഇങ്ങനെ 4 സെഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു 24 അവർ മാർക്കറ്റ് ആണ്. ആ ഒരു 24 അവർ മാർക്കറ്റ് എന്ന് വിളിക്കാനുള്ള റീസണും ഇതാണ്. കാരണം ഓരോ സമയത്ത് ഇപ്പം ഈ ഒരു സിഡ്നി സെഷൻ ഓപ്പൺ ആവുന്നത്, ഇപ്പൊ ഇവിടെ ഞാൻ ടൈം സോൺ കൊടുത്തത് ഇന്ത്യൻ ടൈം അല്ലേ, അപ്പൊ ഇവിടെ ഈ കാണിക്കുന്ന സമയം ഇന്ത്യൻ സമയമാണ്. ഓക്കെ. ഇപ്പം സിഡ്നി സെഷൻ രാത്രി ഒരു 2:30, പുലർച്ചെ 2:30ക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആരും ഓപ്പൺ ആവുന്നുണ്ട്, ടോക്കിയോ ഓപ്പൺ ആവുന്നുണ്ട്. 5:30 ആകുമ്പോൾ ടോക്കിയോ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം സിഡ്നി സെഷൻ ഏകദേശം 11:30 ആകുമ്പോൾ ക്ലോസ് ആവും. ഈ ടോക്കിയോ സെഷൻ എൻഡ് ആവുന്നതിന് മുമ്പ് ലണ്ടൻ സെഷൻ ഓപ്പൺ ആയി, അഥവാ യു കെയിലെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി. പിന്നെ ടോക്കിയോ അതിനിടയിൽ എൻഡ് ആവുന്നുണ്ട്. ആ എൻഡായി കുറച്ച് കഴിയുമ്പോൾ ലണ്ടൻ ഏകദേശം പകുതിയായി കഴിയുമ്പോൾ ആര് ഓപ്പൺ ആയി?
ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 ആകുമ്പം ന്യൂയോർക്ക് ഓപ്പൺ ആയി. ന്യൂയോർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞ് അത് രാത്രി ഏകദേശം 2:30 ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ എപ്പോ നോക്കിയാലും ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഓണായി കിടക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 24 അവർ മാർക്കറ്റ് എന്ന് വിളിക്കാനുള്ള റീസൺ. ഓക്കെ. ഇപ്പോ ഈ ഒരു ലൈന് കിടക്കുന്നത് എവിടെയാ? ഏത് സെഷനിലാണ് കിടക്കുന്നത്? ന്യൂയോർക്കിലാണ് കിടക്കുന്നത് അല്ലെ? ഇത് ആക്ച്വലി ന്യൂയോർക്കിൽ മാത്രമാണോ? അല്ല, ലണ്ടനും ഇതിന്റെ കൂടെ ഉണ്ട്. ലണ്ടന് ഇവിടെ, ന്യൂയോർക്ക് ഇവിടെ സ്റ്റാർട്ടായി. ലണ്ടൻ ഏകദേശം 9:30 ക്ലോസ് ആവുള്ളൂ. ഓക്കെ. ലണ്ടൻ ക്ലോസ് ആയിട്ടില്ല. ലണ്ടൻ ക്ലോസിംഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ താഴെ ഒരു സംഭവം കണ്ടോ? ട്രേഡിംഗ് വോളിയം ഈസ് യൂഷ്വലി ഹൈ അറ്റ് ദിസ് ടൈം ഓഫ് ഡേ. ഓക്കെ. ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ്, കൂടുതൽ മൂവ്മെന്റ്സ് നടക്കുന്ന ആ ഒരു കാര്യത്തിനാണ് ട്രേഡിംഗ് വോളിയം എന്ന് പറയാം. ആ വോളിയം ഈ ഒരു സമയത്ത്, ഒരു ദിവസത്തിൽ ഈ ഒരു സമയത്ത് യൂഷ്വലി എന്താണ്? ഹൈ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുക, മാർക്കറ്റിൽ നമുക്ക് എപ്പോഴാണ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് വോളിയം ഹൈ ആകുമ്പോഴാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ എടുക്കുന്ന പൊസിഷൻസിന്, ഇപ്പം ബൈ എടുത്താലും അല്ലെങ്കിൽ സെൽ ചെയ്താലും ഒക്കെ നമുക്ക് അതിനുള്ള റിവാർഡ് നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ. അതേസമയം ഞാൻ ഈ ഒരു ഈ ഒരു കാര്യം ഞാൻ സിഡ്നി സെഷന്റെ അവിടെ കൊണ്ടുപോയി നോക്കാം. അപ്പോൾ ഈ ഇവിടെ കണ്ടോ നിങ്ങൾ? ട്രേഡിംഗ് വോളിയം ഈസ് യൂഷ്വലി ലോ അറ്റ് ദിസ് ടൈം ഓഫ് ഡേ. ഓക്കെ. ഇനി ഞാനത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ടോക്കിയോ സെഷൻ അവിടെ എത്തിയപ്പോഴും ട്രേഡിംഗ് വോളിയം എന്ത് തന്നെയാണ്? ലോ തന്നെയാണ്. പിന്നെ അതൊന്ന് ഹൈയിലേക്ക് വരുന്നത് എപ്പോഴാ? ടൈം എപ്പോഴാ? ലണ്ടൻ ഓപ്പൺ ആകുമ്പോഴല്ലേ? അഥവാ 12:30 ആ ഒരു സമയമാകുമ്പോഴാണ്, ഉച്ചക്ക് 12:30 ഇന്ത്യൻ ടൈം 12:30 ആകുമ്പോഴാണ് ആ ഒരു വോളിയം അവിടെ ഹൈ ആയി വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പോലുള്ള, ഇപ്പൊ ഇന്ത്യയിൽ ഉള്ള ഒരു സ്റ്റുഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആളാവട്ടെ, ആളെ സംബന്ധിച്ച് ന്യൂയോർക്ക് സെഷൻ അവിടെ അവൈലബിൾ ആണ്. കണ്ടോ? കാരണം ന്യൂ ഇയർ സെഷനിൽ നല്ല വോളിയം അവിടെ ഉണ്ട്. ന്യൂ ഇയർ സെഷന്റെ വോളിയം സ്റ്റാർട്ട് ചെയ്യണത് തന്നെ 5:30 മുതലാണ്. അവിടെ ആ ന്യൂ ഇയർ സെഷൻ ഓപ്പൺ ആവുന്നത് തന്നെ. അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള വോളിയം മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ജോലി കഴിഞ്ഞ് വന്ന്, ഇപ്പോൾ സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ഒരു പഠനം കഴിഞ്ഞ് വന്ന് സിമ്പിളായിട്ട് ഒരു 2 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 3 മണിക്കൂർ മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇത്തരം 4 സെഷൻസ് ആണ് നമുക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 സെഷനാണ് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും. കാരണം ആ സെഷനിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള ലിക്വിഡിറ്റി, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ചില ദിവസങ്ങളിൽ ടോക്കിയോ സെഷനിലും നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. കമ്പാരിറ്റീവ്ലി ഈ 2 സെഷനിലും ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് കുറവാണ്. ഓക്കെ. ഇപ്പൊ ചില ന്യൂസസ് കാര്യങ്ങളൊക്കെ വരികയാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് നടക്കുകയാണ്. അങ്ങനെയുള്ള സമയങ്ങളിലും ഈ സെഷനിലും നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി എന്താണ്? ഈ 2 സെഷനിലാണ് ഏറ്റവും കൂടുതൽ വോളിയം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുക. ഇതിനർത്ഥം നമ്മൾ ടോക്കിയോയിൽ ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിഡ്നിയിൽ ട്രേഡ് ചെയ്തിട്ടോ കാര്യമില്ല എന്നല്ല കേട്ടോ. ഇതിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി മൂവ്മെന്റ്സ്, നമുക്കുള്ള ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് TP അടിക്കാനോ അല്ലെങ്കിൽ SL അടിക്കാനോ എടുക്കുന്ന സമയം, അത് ചിലപ്പോൾ ഇതിന് ഈ ഒരു വൊളറ്റൈലിറ്റി, ഈ ഒരു മൂവ്മെന്റിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ സെഷൻസിന്റെ കാര്യങ്ങൾ മനസ്സിലായോ? ഏതൊക്കെ സെഷൻ ഉണ്ട്, എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യം മനസ്സിലായോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ക്ലിയർ? ക്ലിയർ? യെസ്. യെസ്. ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒന്ന്, എന്താണ് ഫോറക്സ് പേയേഴ്സ്, അഥവാ ബേബി പിപ്സിന്റെ യൂസ്. മീൻസ് ബേബി പിപ്സിൽ നമുക്ക് കുറെ ടൂൾസ് ഉണ്ട്, ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫോറക്സ് ബേബി പിപ്സ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്യാം. അതെന്താണ് നമ്മൾ നെക്സ്റ്റ് പറയും. ഓക്കെ. അതേപോലെ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ്, ഓക്കെ, ഇങ്ങനെ ഗെയിൻ ആൻഡ് ലോസ് കാൽക്കുലേറ്റർ, ഇങ്ങനെ കുറച്ച് കാൽക്കുലേറ്റേഴ്സ്, അതിൻ്റെ ഓരോ
അങ്ങനെയുള്ള ടൂൾസ് അവൈലബിൾ ആക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്, ഇതെടുത്ത് കാണിച്ചു തന്നതാണ്. പെയ്ഡ് അല്ല ബ്രോ, ഇത് ഒരു ഫ്രീ വെബ്സൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സെഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടി എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ലണ്ടൻ സെഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആക്റ്റീവ് ആൻഡ് ലിക്വിഡ് സെഷൻ ആണ്. അത് ന്യൂയോർക്ക് സെഷനായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന സെഷനാണ്. ലാർജ് പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന സെഷൻസ് ആണ്. അതേപോലെ തന്നെയാണ് അതിനേക്കാളും നല്ല രീതിയിൽ ന്യൂയോർക്ക് സെഷനിലും നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. എസ്പെഷ്യലി ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒക്കെ എക്കണോമിക് ഡാറ്റ എന്ന് പറയുമ്പം അവിടുത്തെ GDP റേറ്റ്, അവിടുത്തെ എംപ്ലോയ്മെന്റ് റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ റിലീസ് ചെയ്യണതും ഈ ഒരു ന്യൂയോർക്ക് സെഷൻ ടൈമിലാണ്. അപ്പോൾ അങ്ങനത്തെ ഡാറ്റകളൊക്കെ അവിടെ റിലീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അവിടുത്തെ ഒരു എംപ്ലോയ്മെന്റ് റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു GDP റേറ്റ് ഒക്കെ റിലീസ് ചെയ്യുമ്പം മാർക്കറ്റിൽ ഈ US ഡോളറിലാണല്ലോ, അതായത് അമേരിക്കയിൽ ന്യൂയോർക്കിലാണല്ലോ ഇത്തരത്തിലുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ US ഡോളറിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ. ഇതിനനുസരിച്ച് മാർക്കറ്റിൽ വരുന്ന ഓരോ മൂവ്മെന്റ്സ്, മാർക്കറ്റിൽ വരുന്ന ഓരോ ന്യൂസ് അനുസരിച്ച് ഈ US ഡോളറിന്റെ മൂവ്മെന്റിലും നല്ല രീതിയിൽ ഇത്തരം ന്യൂസുകൾ ബാധിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് പെയർ ആക്കിയിട്ടുള്ള EUR USD അല്ലെങ്കിൽ GBP USD എന്നുള്ള പെയറുകളിലൊക്കെ ഈ ന്യൂസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡാറ്റകൾ വരുന്ന സമയത്ത് അത്തരം കറൻസി പെയറിലും നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ന്യൂസ് ട്രേഡിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ സെഷന്റെ ഭാഗത്ത് അത് ക്ലിയർ ആക്കി പറയാം. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. ക്ലിയർ അല്ലേ ഗൈസ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആ ക്ലിയർ ആണ്. യെസ് ഓക്കെ. യെസ്. ഓക്കെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ പിപ്പ്. ഓക്കെ. പിപ്പ്, പിപ്പ് ആൻഡ് പിപ്പറ്റ്. ഇപ്പൊ നമ്മളിപ്പം ഇതെന്താണ് എന്നുള്ള ടേം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മുടെ ബ്രോക്കറിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരും നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുമ്പം എത്ര പിപ്പ് എത്ര പിപ്പറ്റ് ഇതൊന്നും ചോദിക്കത്തില്ല. ഓക്കെ. അപ്പം ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഫോറക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആകുമ്പം ഇതിന്റെ ഒക്കെ ഒരു ഐഡിയ നമ്മൾ നമ്മുടെ കയ്യിൽ വേണം. സോ പിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പിപ്പ്? പിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം. ആ, വോളിയം എന്നാണോ? വാല്യൂ. വാല്യൂ എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോ എത്ര മൂവ്മെന്റ് വന്നു. അതെ. ഓക്കെ. അപ്പം നമ്മളിപ്പം അന്ന് നമ്മൾ ടാറ്റ ചേഞ്ച് ഇൻ വാല്യൂ. ഓക്കെ. യൂണിറ്റ് എക്സാക്ട്ലി അതാണ്. വോളിയം അല്ല, വോളിയം മീൻസ് നമ്മൾ എത്ര ഡെൻസിറ്റി, അതായത് എത്ര ആൾക്കാർ ഒരു സമയത്ത് ട്രേഡ് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനമാക്കിയിട്ടല്ലേ വോളിയം വരുന്നത്. പക്ഷെ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് അല്ലെ. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ടായി ഇവിടം വരെ എത്തി, ഒന്നിൽ നിന്ന് സ്റ്റാർട്ടായി രണ്ടിലെത്തി. അപ്പോൾ ഇവിടേക്ക് എത്ര മൂവ്മെന്റ് വന്നു എന്ന് നമ്മൾ പറയുന്നതാണ് എന്ത്? പിപ്പ്. ഇത്ര പിപ്പ് മൂവ് ചെയ്തു, മാർക്കറ്റ് ഒരു 10 പിപ്പ് മുകളിലേക്ക് മൂവ് ചെയ്തു, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു 20 പിപ്പ് താഴേക്ക് മൂവ് ചെയ്തു എന്നാണ് നമ്മളിവിടെ സംസാരിക്കുക. ഓക്കെ. ഇതിപ്പോ നമ്മൾ ക്യാഷിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ റുപ്പിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ 10 രൂപ ഒരു ഷെയറിന്റെ വാല്യൂ കൂടി, അല്ലെങ്കിൽ 20 രൂപ ഒരു ഷെയറിന്റെ വാല്യൂ കുറഞ്ഞു. ഇപ്പോൾ ഈ പിപ്പിൽ തന്നെ, ഓക്കെ, ഈ പിപ്പിൽ തന്നെ പിപ്പറ്റ് ഉണ്ട്. പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 100 പൈസ ആയി കഴിഞ്ഞാൽ എത്രയായി? 100 പൈസ ഈസ് ഈക്വൽ ടു എത്ര? ഇന്ത്യൻ റുപ്പി. ഒരു രൂപ. 1 രൂപയായി അല്ലെ? 1 റുപ്പി ആയില്ലേ? അതേപോലെയാണ് നമ്മൾ ഇവിടെ പിപ്പറ്റിനെ എടുക്കേണ്ടത്. അതായത് 10 പിപ്പറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? 10 പിപ്പറ്റ് ഈസ് ഈക്വൽ ടു 1 പിപ്പ്. ക്ലിയർ? ഇവിടെ നമ്മൾ ഈ പൈസന്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ പിപ്പറ്റിനെ വെക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ 10 പിപ്പായി കഴിഞ്ഞാൽ എന്തായി മാറും? സോറി, 10 പിപ്പറ്റായി കഴിഞ്ഞാൽ 1 പിപ്പായി മാറും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു EUR USD എടുക്കാം. ഓക്കെ. EUR USD എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് ഇപ്പോൾ EUR USDയുടെ ഒരു വാല്യൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കുക. എന്താണ്? 1.15382. ഓക്കെ. ഇതിൽ നമുക്ക് കാണാം 1 എന്നുള്ളൊരു
ഇതുണ്ട്, അതിനുശേഷം ഡെസിമൽ ഉണ്ട്, അതിനുശേഷം 5 സംഖ്യകളുണ്ട് അല്ലേ? 1 2 3 4 5 5 സംഖ്യകളുണ്ട്. അപ്പം ഈ ഡെസിമലിന് ശേഷം വരുന്ന ഈ 4 സംഖ്യകളും പിപ്പിന്റെ ആൾക്കാരാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, 8 പിപ്പ്, 30 പിപ്പ്, ഇതല്ലേ ഒറ്റയുടെ സ്ഥാനം, ടെൻത്തിന്റെ സ്ഥാനം, ഹൺഡ്രഡത്തിന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ മാത്സ് പഠിച്ചത് ഓർമ്മയില്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ? അതേപോലെ തന്നെയാണ് ഇവിടെയും എന്ത് വരിക, ഈ പിപ്പിന്റെ ഐറ്റം വരിക. പക്ഷെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഫിഫ്ത്ത് പൊസിഷനിലുള്ള ആളാണ് ആര്? പിപ്പറ്റ്. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു റിയൽ എക്സാമ്പിളിലേക്ക് വരാം. ഞാൻ ചാർട്ട് എടുക്കുകയാണ്. ഫോറക്സ് പേഴ്സിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ യൂറോ യു എസ് ഡി എടുക്കുകയാണ്. ഇപ്പൊ യൂറോ യു എസ് ഡി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ കാണുന്നില്ലേ? ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂറോ യു എസ് ഡി ഇപ്പൊ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ കാണാം. ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ലെവൽ ഇവിടെ കാണാം. എത്രയാ? 1.14810. ഓക്കെ, അപ്പോ ഇതിൽ പിപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ് കഴിഞ്ഞ് ഈ 4 ആൾക്കാരും പിപ്പിന്റെ ആൾക്കാരാ. അതിനുശേഷം ഫിഫ്ത്ത് വൺ, ഈ ചെറിയ അക്കത്തിലുള്ള അതാണ് എന്ത് ആക്ച്വലി പിപ്പറ്റ്. ഓക്കെ, ഇത് മാറുന്നതിനനുസരിച്ചാണ് ഇവിടെയും ഇവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പം ഇതിവിടെ 6 ആയി 7 ആയി 9 ആയി കഴിഞ്ഞാൽ ഇത് 2 ആവും. ഓക്കെ, ഇനിയിപ്പോൾ അത് 6 5 4 3 2 1 0 ആയി കഴിഞ്ഞാൽ എന്തായി? ഈ 1 എന്നുള്ളത് 0 ആവും. ഇപ്പോൾ 9 എന്ന് കഴിഞ്ഞ് 10 ആയി കഴിഞ്ഞാൽ 2 ആയി. അങ്ങനെ മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ക്ലിയർ. ക്ലിയർ ആണ്. ഇപ്പൊ ഇത് കണ്ടോ, താഴേക്ക് ഇറങ്ങി മാർക്കറ്റിൽ താഴേക്ക്, അഥവാ 3 5 2 1 0 ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ 1 ഉള്ളത് 0 ആയി, പിന്നെ 0 ഉള്ളത് 9 ആയി, 8 ആയി, അങ്ങനെ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രം മതി. ഒരിക്കലും ഇത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ നോക്കത്തില്ല. ലൈക്ക് ഇതിപ്പോ പിപ്പ് മാറിയോ, പിപ്പറ്റ് മാറിയോ, ഇങ്ങനെ നമ്മൾ നോക്കത്തില്ല. നമ്മൾ എന്തേ നോക്കുന്നുള്ളൂ, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ വരുന്ന ഓരോ ഏരിയാസ്, ഈ ചാർട്ടിന്റെ റീഡിംഗ് ആണ് നമ്മൾ ഇവിടെ കാര്യമായിട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ഇനി പിപ്പിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അതാണ് ലോട്ട് ലോട്ട് സൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അഥവാ ട്രേഡിംഗ്, സോറി, ഫോറക്സ് പേയേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അഥവാ കറൻസി പേയേഴ്സ് കുറിച്ച് പറഞ്ഞു, അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് പറഞ്ഞു, ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് പറഞ്ഞു, ഇനി ലോഡ്സ് പിപ്പിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കേലും? എന്ത് ഡൗട്ടും ആവട്ടെ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ കാര്യം, നിങ്ങളാണ് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ടത്, അപ്പൊ ആ ഡൗട്ട് വെച്ചിരിക്കരുത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് സൈസ് എന്നുള്ള ഈ ഒരു പാർട്ടിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അസറ്റിനെ ഒരു കുറിച്ച് മനസ്സിലായി. ആ, ചോദിച്ചോളൂ. ആ ഈ വോളിയം ലിക്വിഡിറ്റി പറഞ്ഞില്ലേ, ആ, അത് രണ്ടും ഒന്നാണോ? അല്ല, ലിക്വിഡിറ്റി വോളിയം രണ്ടും രണ്ടാണ് ആക്ച്വലി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ മൂവ്മെന്റ് ആണ്, മാർക്കറ്റിൽ വരുന്ന മൂവ്മെന്റ് ആണ്. പക്ഷേ വോളിയം എന്ന് പറഞ്ഞ മാർക്കറ്റ് മൂവ്മെന്റ് ഇൻ ദ സെൻസ്, മാർക്കറ്റിൽ നമ്മളിപ്പോ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പം ഈ ലിക്വിഡിറ്റിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്യൂവലാണ്. ഇപ്പൊ നമുക്കൊരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ആ വണ്ടിക്ക് വേണ്ട ഫ്യൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി മുന്നോട്ട് പോവുള്ളൂ, അല്ലേ? ആ വണ്ടിക്ക് പോവാനുള്ള ഫ്യൂവലാണ് ആക്ച്വലി, ഒരു വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ വണ്ടി മുന്നോട്ട് പോവുള്ളൂ. ആ രീതിയിൽ മാർക്കറ്റിന്റെ പെട്രോൾ ആണ് ആക്ച്വലി എന്ത്, ലിക്വിഡിറ്റി. മാർക്കറ്റിൽ ഓരോ മൂവ്മെന്റും നടക്കുന്നത് ഒരു ലിക്വിഡിറ്റി ലെവലിൽ നിന്ന് അടുത്തൊരു ലിക്വിഡിറ്റി ലെവലിലേക്കാണ്. അതേസമയം ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര മൂവ്മെന്റ് അല്ലെങ്കിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അതാണ് ആക്ച്വലി വോളിയം. മനസ്സിലായോ? ഇത് നമ്മളെ ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു ന്യൂയോർക്ക് സെഷൻ എടുക്കുക. ആ ന്യൂയോർക്ക് സെഷനിൽ ആ ഒരു സെഷന്റെ ടൈമിൽ കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് ട്രേഡിങ്ങിലേക്ക് വരികയാണ്, കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും എന്ത്, വോളിയം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ വോളിയം കൂടുമ്പോൾ അവിടെ അതിനർത്ഥം ലിക്വിഡിറ്റി കൂടുതലാണ് എന്നല്ല.
ലിക്വിഡിറ്റി ഓൾറെഡി അവിടെ ഉണ്ടാവും, മാർക്കറ്റിൽ ഫ്യൂവൽ അവിടെ ഉണ്ടാവും. ആ ഫ്യൂവൽ ഉള്ള ഏരിയയിൽ വോളിയം കൂടി കൂടുമ്പം നല്ല മൂവ്മെന്റ് വരും. അതാണ് അതിന്റെ കാര്യം. മനസ്സിലായോ ബ്രോ? ഓക്കെ 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 ഓക്കെ. ഓക്കെ. ഇനി ഡെസിമൽ ഇവിടെ ഒരാൾ ചോദിച്ചു, ഒരു പിപ്പ് ഇസ് ഈക്വൽ ടു 10 പിപ്പറ്റ് ആണ്. അതെ, ഒരു 10 പിപ്പറ്റ് ആണ് ഒരു പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഡെസിമലിന് മുന്നേയും ശേഷവുമുള്ള ഡിജിറ്റ് പിപ്പാണോ? അതെ, ഇത് പിപ്പാണ്, ഇതും പിപ്പാണ്, ഇത് 1000ന്റെ സ്ഥാനത്തുള്ള പിപ്പാണ്. അങ്ങനെ. ഓക്കെ, ഇത് മാത്രമാണ്, ഈ ലാസ്റ്റ് വൺ മാത്രമാണ് പിപ്പറ്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു പെയർ എടുക്കാം, ഞാൻ USD JPY. ഓക്കെ, USD JPY എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസിമലിന് ശേഷം എത്ര ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ? 3 സംഖ്യകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അഥവാ JPY വരുന്ന പേഴ്സ്, JPY പറഞ്ഞാൽ ജപ്പാനീസ് യെൻ, ജപ്പാനീസ് യെന്ന് വരുന്ന പേഴ്സിൽ ഡെസിമലിന് ശേഷം 3 ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോഴും ഈ തേർഡ് വൺ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് വൺ ആണ് ആര്? പിപ്പറ്റ്. ഓക്കെ, ഇത് രണ്ടും പിപ്പാണ്. ഇത് 10ന്റെ, ഇത് ഫസ്റ്റ്, പിന്നെ 1ന്റെ സ്ഥാനത്തുള്ളത്, ഇത് 10ന്റെ സ്ഥാനത്തുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? Yeah. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലോട്ട് സൈസിലേക്ക് വരാം. ഓക്കെ, ലോട്ട് സൈസിലേക്ക് വരാം. ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, ലോട്ട് എന്ന് പറയണത്, അല്ലേ? ഇപ്പം നമ്മുടെ നിഫ്റ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ഉണ്ട് നിലവിൽ അറിയോ? 65. അതെ, ആദ്യം കുറവായിരുന്നു, ഇപ്പൊ അത് കൂട്ടി, അല്ലേ? അപ്പോൾ സിംപ്ലി നമ്മൾ ലോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരു കടയിൽ ചെന്നു. ഓക്കെ, ഒരു സാധാ ഒരു കടയിൽ, ഫ്രൂട്ട്സ് കടയിൽ ചെന്നു. അപ്പോൾ നമ്മൾ കടക്കാരനോട് പറയാണ്, നമുക്ക് ഒരു കിലോ ഓറഞ്ച് വേണമെന്ന് പറയാണ്. ഓക്കെ. അതേസമയം വേറൊരാൾ വന്നു, അയാൾ പറഞ്ഞു എനിക്ക് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം വന്ന ആളുടെ കോൺവെർസേഷൻ അവിടെ ഈ പറയുന്ന കടക്കാരന് ക്ലിയർ ആണ്, അയാൾക്ക് എന്ത് വേണം? 1 കിലോ ഓറഞ്ച് വേണം. പക്ഷെ രണ്ടാമത് വന്ന ആളോട് കടക്കാരൻ തിരിച്ച് ചോദിക്കേണ്ടി വരും, എത്ര വേണം, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഇപ്പൊ നമ്മളൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മുടെ ബ്രോക്കറിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രോക്കറിന്റെ ആ ഒരു ഇന്റർഫേസ് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട പെയറിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു, USD എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മളോട് ഈ പറയുന്ന ബ്രോക്കർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര ലോട്ട് വേണം? ഓക്കെ, എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ എത്ര ലോട്ട് വേണം? ഇതിനെയാണ് ആക്ച്വലി നമ്മൾ ലോട്ട് സൈസ് എന്ന് വിളിക്കുക. അതായത് ഈ ലോട്ട് സൈസ് എന്ന് പറയുമ്പോൾ സിംപിളി നിങ്ങൾ വിചാരിക്കരുത്, അതായത് €1 USD ആണ് ഞാൻ അവിടെ വാങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറയാണ്, ഇപ്പൊ ഈ ഒരു ബ്രോക്കർ നമ്മളടുത്ത് ചോദിച്ചു എത്ര ലോട്ട് സൈസ് വേണമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഞാനിവിടെ 1 എന്ന് പറഞ്ഞു. ഇതിനർത്ഥം ഞാൻ ഒരു എണ്ണം €USD വാങ്ങിക്കാണ് എന്നല്ല. ഇപ്പൊ നമ്മളിപ്പോ കടയിൽ പോയിട്ട് 1 kg നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഓറഞ്ച് മാത്രമാണോ ഉണ്ടാവുക 1 kgക്കകത്ത്? 1 കിലോ ഓറഞ്ച് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സിംപിളി ഒന്ന് മാത്രമാണോ, ഒറ്റ എണ്ണം ഓറഞ്ച് മാത്രമാണോ ഉണ്ടാവുക? അല്ലല്ലോ, അവിടെ നമുക്ക് കുറേ എണ്ണം, അല്ലെ? മിനിമം ഒരു 3 to 5 എങ്കിലും അവിടെ ഉണ്ടാവും. ശരിയല്ലേ? അതേപോലെ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണം എന്നല്ല, അതിൽ കുറേ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ആ കുറേ യൂണിറ്റ് ഉള്ള ഒരു ലോട്ട്, ഓക്കെ, കുറേ യൂണിറ്റ് ഉള്ള ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ ഒരു ലോട്ട് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അപ്പോൾ ലോട്ട് സൈസ് നമ്മൾ മെഷർ ചെയ്യണം, ലോട്ട് സൈസ് നമ്മൾ അറിയണം. അതില്ലാതെ നമ്മൾ ബ്രോക്കർ അടുത്ത് പോയി കഴിഞ്ഞാൽ ബ്രോക്കർക്ക് നമ്മുടെ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മൾ ബ്ലൈൻഡ്ലി പോയിട്ട് 1, 2 അങ്ങനെ ചെയ്യല്ല വേണ്ടത്. കാരണം ഇവിടെ ഫോറക്സ് മാർക്കറ്റിൽ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ലോട്ട് സൈസുകളുണ്ട്. ഓക്കെ, 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ലോട്ട് സൈസുകളുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ലോട്ട് ഉണ്ട്, മിനി ലോട്ട് ഉണ്ട്, പിന്നെ ഏതുണ്ട്? മൈക്രോ ലോട്ടുകളുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത്
1.0 എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലോട്ടാണെങ്കിലാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ 10 ലോട്ടാണെന്നുണ്ടെങ്കിൽ 10.0. ഓക്കെ. അല്ലെങ്കിൽ അതായത് ഈ ഡെസിമലിന് മുമ്പ്, ഈ ഒരു ഡെസിമലിന് മുമ്പ് ഇവിടെ എന്തായാലും ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 3.0, അല്ലെങ്കിൽ 35.0, അല്ലെങ്കിൽ 3.5, ഓക്കെ, അല്ലെങ്കിൽ 4.8. ഇങ്ങനൊക്കെ പറഞ്ഞാലും എന്താണ് അതിനെ അർത്ഥാക്കുന്നത്? സ്റ്റാൻഡേർഡ് ലോട്ടാണ്. 4.8 സ്റ്റാൻഡേർഡ് ലോട്ട്, 3.5 സ്റ്റാൻഡേർഡ് ലോട്ട്, 10.0 സ്റ്റാൻഡേർഡ് ലോട്ട്. ഇങ്ങനെയാണ് അത് അർത്ഥാക്കുന്നത്. ഓക്കെ. ഈ ഒരു യൂണിറ്റ്, അതിപ്പോ നമ്മളിപ്പോ ഇവിടെ 1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും എന്നാ പറയുന്നത്? എത്ര ഉണ്ട് ഇവിടെ? 1 lakh യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും. അഥവാ ഇപ്പൊ ഞാനിപ്പോ ഒരു 1 ലോട്ടിന്റെ ഒരു കീസ് എടുത്തു കഴിഞ്ഞാൽ, 1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ, 1 ലോട്ട് EUR/USD എടുത്തു കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് 10,000, സോറി, 1 lakh യൂണിറ്റ് ഓഫ് കറൻസി അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അതേസമയം നമ്മൾ ഇപ്പൊ ഞാനിപ്പോ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലോട്ട് EUR/USD ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ. ഞാനിപ്പം ഇവിടുന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റിൽ ട്രേഡ് എടുത്തത്. അപ്പം മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു? ഇപ്പം സപ്പോസ് 1.4001, ഞാൻ അവിടെ പിപ്പറ്റ് എഴുതിയിട്ടില്ല, പിപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പം പ്രൈസ് നിൽക്കുന്ന ലെവല് 1.4001 ആണ്. അപ്പം പ്രൈസ് ഞാൻ ഇവിടുന്നാണ് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നത്. 1 ലോട്ട് ഇവിടുന്നാണ് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നത്. ഓക്കെ. 1 ലോട്ട് ഇവിടുന്നാണ് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നത്. എന്നിട്ട് മാർക്കറ്റ് അപ്പം തന്നെ കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്തു. എത്ര മൂവ് ചെയ്തു? 1.4002 ആയി. ഇവിടെ 1ന് മാർക്കറ്റ് എത്ര മൂവ് ചെയ്തു? ഒരു പിപ്പാണ് ഇവിടെ മൂവ് ചെയ്തത്. ക്ലിയർ? ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്തത്. എന്താണ് ബൈ, എന്താണ് സെൽ എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് പറയും കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് 1 ലോട്ട് ഇവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത്. ബൈ ചെയ്തപ്പോൾ മാർക്കറ്റിന്റെ വാല്യൂ 1.4001 ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ഇൻക്രീസ് ആയി, ഒന്ന് മുകളിലേക്ക് കയറി. എന്നിട്ട് എവിടെ എത്തി? 1.4002, അഥവാ 1ൽ നിന്ന് 2 ആയി. ഇവിടെ ഒരു പിപ്പ് മാർക്കറ്റിൽ മൂവ് ചെയ്തു. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ലാഭം എന്ന് പറയുന്നത് $10 ആണ്. എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ലോട്ടാണ് ഇവിടെ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഉണ്ടാവുന്ന ലാഭം എത്രയാ? $10 ആണ്. ഓക്കെ. ഇനി അതേസമയം മാർക്കറ്റിൽ ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു വിചാരിക്കുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യുക, അല്ലെ? അപ്പം പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു. അഥവാ 1. എത്രയാ വരാ? 3999 ഇവിടെ എത്തി. ഓക്കെ. സോറി, 1.4000, സോറി, 1.4000 അഥവാ 001ൽ നിന്ന് മാർക്കറ്റ് എവിടെ എത്തി? 000 അഥവാ 1 പിപ്പ് മാർക്കറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ബാലൻസ് നോക്കുമ്പോൾ -$10 എന്ന് കാണാൻ പറ്റും. അതായത് ഓരോ പിപ്പ് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, ലാഭം എന്ന് പറയുന്നത് $10 വെച്ചിട്ടാവും. ഓക്കെ. $10 ആണ് ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നേരെ മിനി ലോട്ടിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് ലോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിനി ലോട്ടിലേക്ക് വരാം. മിനി ലോട്ട്, വൺസ് അഗൈൻ. ഓക്കെ, ഞാൻ ഈ മിനി ലോട്ടും കൂടി പറഞ്ഞിട്ട് പറയാം ബ്രോ. ഓക്കെ. മിനി ലോട്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുക 0.1 എന്നാ. സ്റ്റാൻഡേർഡ് ലോട്ട് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്തേ? 1 ഞാൻ പറഞ്ഞു, അവിടെ ഡെസിമലിന് മുമ്പ് ഒരു സംഖ്യ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ. എന്നാൽ മിനി ലോട്ടിൽ ഒരിക്കലും ഡെസിമലിന്റെ മുമ്പ് എന്തുണ്ടാവില്ല? സംഖ്യ ഉണ്ടാവില്ല, 0 ഉണ്ടാവുള്ളൂ. ഓൾസോ ഈ ഡെസിമലിന് ശേഷം എന്തുണ്ടാവും? ഒരു സംഖ്യ ഉണ്ടാവും ചെയ്യും. ഓക്കെ. ഇപ്പൊ ഉണ്ടോ 0.1, അല്ലെങ്കിൽ 0.2, ഓക്കെ, 0.35,
ഓക്കെ, 0.46. ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു മിനി ലോട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ഓക്കെ, മിനി ലോട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇവിടെ എത്ര യൂണിറ്റ് ഓഫ് കറൻസി ഉള്ളത്? 10,000 യൂണിറ്റ് ഓഫ് കറൻസി ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു പിപ്പ് മൂവ് ചെയ്ത്, ഒരു പിപ്പ് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു പിപ്പ് താഴേക്കോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എത്രയായിരിക്കും? $1 ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരു 10 പിപ്പ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്താലേ $10 പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ല, ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, വൺസ് അഗൈൻ എന്ന് പറഞ്ഞ് അതൊക്കെ. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോട്ടിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുക 1.0 അല്ലെങ്കിൽ 2.0 അല്ലെങ്കിൽ 5.0, ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ എത്ര യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിലോ നാരങ്ങ മേടിച്ചു കഴിഞ്ഞാൽ 3, 4, 5 നാരങ്ങ അതിലുണ്ടാവും. അതേപോലെ ഒരു ലോട്ട്, സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 lakh യൂണിറ്റ് ഓഫ് കറൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പിപ്പ് മാർക്കറ്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പിപ്പ് മാർക്കറ്റിൽ മുകളിലേക്കോ അല്ലെങ്കിൽ പിപ്പ് താഴേക്കോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് $10 വെച്ചിട്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിലും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ദാ ഇവിടെ കണ്ടോ, ഇപ്പൊ USD/JPY. ഈ USD/JPY ഇപ്പൊ 160,926 അല്ലെ? ഈ 92 എടുക്കാം നമുക്ക്. ഈ 92 ഞാൻ വന്നിട്ട് 1 ലോട്ട് ഞാൻ ഇവിടെ മേടിച്ചു. ഓക്കെ, 1 ലോട്ട് മേടിച്ചു. ഇത് എപ്പോഴാണോ 160,993 ആവുന്നേ, അപ്പോൾ എന്റെ പോർട്ട്ഫോളിയോ, എന്റെ ബാലൻസ് നോക്കി കഴിഞ്ഞാൽ $10 പ്രോഫിറ്റ് എന്ന് കാണിക്കുന്നുണ്ടാവും. മനസ്സിലായോ? ഇനിയിപ്പോ ഈ 92 എന്ന് മാറി 91 ആയി കഴിഞ്ഞാൽ -$10 എന്നായിരിക്കും എന്റെ റിവാർഡ് ഉണ്ടാവുക. ഇത് ഞാൻ ഒരു ലോട്ട് എടുക്കുമ്പോൾ ഉള്ള കേസാണ്. ആ സമയത്ത് ഞാൻ മിനി ലോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം 0.923 ആയി കഴിഞ്ഞാൽ, 92 എന്നുള്ളത് 93 ആയി കഴിഞ്ഞാൽ $10 പകരം എനിക്ക് എത്രയാണ് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുക? $1 ആയിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി മൈക്രോ ലോട്ട്, അതാണ് ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചത്. 0.01 ലോട്ട് വാങ്ങിയ എത്രയാണ്? അതായത് മൈക്രോ ലോട്ട് ഡിനോട്ട് ചെയ്യണതാണ് എന്ത്? 0.01. ഇപ്പൊ സ്റ്റാൻഡേർഡ് ലോട്ട് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? 1.0 അല്ലെങ്കിൽ 2.0 അങ്ങനെയായിരുന്നു. മിനി ആയ സമയത്ത് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്ത്? ആദ്യം 0 വരും, അതിനുശേഷം പോയിന്റ്, അതിനുശേഷം എന്തായാലും ഒരു സംഖ്യ വേണം. ഓക്കെ, മൈക്രോ ആവുമ്പോൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം 0, അതിനുശേഷം ഡെസിമല്, അതിനുശേഷം എന്തായാലും 0. ഓക്കെ, പിന്നെയാണ് സംഖ്യ വരിക. ഓക്കെ, 0.01 അല്ലെങ്കിൽ 0.05. ഓക്കെ, ഇവിടെ ആക്ച്വലി 10 സെന്റ് മാത്രമാണ് ഇവിടെ മൂവ്മെന്റ് നമുക്ക് കിട്ടുക. അതായത് ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെന്റ് ആണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, 10 സെന്റ് എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ പൈസയിലുള്ള ഐറ്റം. ഓക്കെ, നമ്മൾ 10 പൈസ എന്ന് പറയില്ലേ, അതേപോലെ. വാല്യൂ ഓഫ് ഡോളർ ഓർ അല്ല, ലോട്ട് വാല്യൂ ഒരിക്കലും ഡോളറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല. ലോട്ട് വാല്യൂ എന്ന് പറയുന്നത്, ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇത് മാർക്കറ്റിൽ ഈ മൂവ്മെന്റ് മാത്രമാണ്. എത്ര പിപ്പ് മൂവ് ചെയ്തു, നമ്മൾ ഏത് ലോട്ട് സൈസ് ആണ് എടുത്തത്, അത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ സാറേ, ഡൗട്ട് ഉണ്ട്. വേണ്ടിയിട്ട്. ആ, ഇപ്പൊ എത്ര സെന്റ് $1 വരുന്നത്? 1 സെന്റ് എന്ന് പറഞ്ഞാല് 100 സെന്റ്. ഹലോ 100 സെന്റ് $1. ഹലോ, ഹലോ ഹലോ ഹലോ, ഹലോ. വോയിസ് ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓഡിബിൾ ആണ്. ഓക്കെ, 100 സെന്റ് ബ്രോ. ഓക്കെ, ഓക്കെ. 100 സെന്റ് ആണ് $1 എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ 16095 ആയി. നമ്മൾ നേരത്തെ പറഞ്ഞപ്പം എത്രയായിരുന്നു? 92 ആയിരുന്നു അല്ലേ? 16092 ആയിരുന്നു. ഇപ്പൊ എത്രയായി? 16095 ആയി. അപ്പൊ ഇവിടെ എത്ര പിപ്പാണ് മൂവ് ചെയ്തേ? എല്ലാരും ഒന്ന് പറഞ്ഞു, എത്ര പിപ്പാണ് മൂവ് ചെയ്തേ? 3 3 പിപ്പ്. 3 പിപ്പ് അല്ലെ? ഇവിടെ നമ്മൾ മൂവ് ചെയ്തത് പറഞ്ഞാല് 3 പിപ്പാണ് മൂവ് ചെയ്തത്. 2ന്ന് 5 ആയി. സിമ്പിൾ. ഈ 3 പിപ്പ് മൂവ് ചെയ്തു. നമ്മൾ 3 ആൾക്കാർ, ഓക്കെ, എ ബി സി, ഈ 3 ആൾക്കാരും ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ബൈ ചെയ്തൊക്കെയാണ് അവർ പ്രതീക്ഷിച്ച പോലെ മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലെ? മാർക്കറ്റ് ഹൈസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ബൈ എടുക്കുക. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ, ലോയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സെല് ചെയ്യുക. ഓക്കെ. അപ്പം ഇവിടെ ആക്ച്വലി ഇവരെന്താ ചെയ്തത്? ബൈ എടുത്തു. ഓക്കെ, ബൈ എടുത്തു. 3 ആളും 3 ലോട്ടിലാണ് എടുത്തത്. ഇയാൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തു, ഇയാൾ ഒരു മിനി ലോട്ട് എടുത്തു, ഓക്കെ, ഇയാൾ ഒരു മൈക്രോ ലോട്ട് എടുത്തു. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് പറഞ്ഞാൽ 1.0, ഇവിടെ 0.1, ഇവിടെ 0.01. ഓലെ ബ്രോക്കറിന്റെ ആ ഒരു ഇതിൽ ഇവര് ടൈപ്പ് ചെയ്ത് 0.01 ലോട്ട് മതി, ബി ടൈപ്പ് ചെയ്തത് 0.1 ലോട്ട് മതി, എ ടൈപ്പ് ചെയ്തത് എത്രയാ? 1.0 ലോട്ട് വേണം, അഥവാ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് വേണം. അപ്പൊ ഇവിടെ 3 പിപ്പ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഈ ട്രേഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ എത്തിയപ്പം എല്ലാവരും ഈ ട്രേഡ് ക്ലോസ് ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഇവിടെ എത്തിയപ്പം ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇയാളുടെ എന്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്ക് എത്ര വരും? 30 അല്ലെ? ബിക്ക് എത്ര വന്നിട്ടുണ്ടാവും? $3. സിക്ക് എത്ര വന്നിട്ടുള്ളൂ? $0.3. ശരിയല്ലേ? ഇതാണ് ആക്ച്വലി ലോട്ട് സൈസുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? നമ്മൾ ഏത് ലോട്ട് സൈസ് എടുക്കണം എന്നാണ് തോന്നുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. സ്റ്റാൻഡേർഡ് ലോ. സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കണം. ഓക്കെ, മിനി എടുത്താൽ മതി. മിനി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ മിനി? നിങ്ങൾ റീസണും കൂടി പറയണേ. ഇനി $1 മൂവ്മെന്റ് കിട്ടണം. മിനി $1 മൂവ്മെന്റ് കിട്ടുന്നു. മൈക്രോ മതി. റിസ്ക് മാനേജ്മെന്റ്. എക്സാക്ട്ലി. മിനി എടുത്തു കഴിഞ്ഞാൽ റിസ്ക് മാനേജ് ആവും. ആക്ച്വലി നമ്മൾ ഇവിടെ ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലോട്ട് സൈസ് എടുക്കേണ്ടത് ഒരിക്കലും എത്ര ഡോളർ ഒരു പിപ്പില് മൂവ്മെന്റ് കിട്ടും എന്ന് നോക്കിയിട്ടല്ല. ഓക്കെ, അവിടെയാണ് റിസ്ക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അതിനു മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിൽ ഞാനൊരു $5,000 ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇപ്പം ആ ഒരു ബ്രോക്കറിൽ $5,000 നിങ്ങൾ ഡെപ്പോസിറ്റ് ആയി. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് നേരെ ചെന്നിട്ട് ഒരു ട്രേഡ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു USDയോ അല്ലെങ്കിൽ GBPSDയോ വാട്ട് എവർ, നിങ്ങൾ ഒരു പെയർ കണ്ടു, അതിൽ നല്ലൊരു മൂവ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ബൈ സെൽ വാട്ട് എവർ. അവിടെ നിങ്ങൾ ആ ഒരു ട്രേഡ് എടുക്കാൻ മൂവ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ആ ഒരു ട്രേഡിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ ക്യാപിറ്റൽ ആണല്ലോ ഈ ഒരു 5,000 എന്ന് പറയണത് അല്ലേ? നിങ്ങളുടെ ക്യാപിറ്റൽ ആണ് 5,000. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ എത്രയാണോ ഉള്ള എമൗണ്ട് അതിനെയാണ് നമ്മൾ ആക്ച്വലി ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ക്യാപിറ്റലിന്റെ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ റിസ്ക് ചെയ്യും? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. 100% റിസ്ക് ചെയ്യാം, 75% റിസ്ക് ചെയ്യാം, 50% റിസ്ക് ചെയ്യാം, 25% റിസ്ക് ചെയ്യാം, 5% റിസ്ക് ചെയ്യാം, 3, 2, 1. ഇത്രയും പെർസെൻറ്റേജ് ഒക്കെ റിസ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങൾ റിസ്ക് ചെയ്യുന്നുണ്ടാവുക? 1%, 10%, 2%,
1%, 1, 2, 1%, 3, 2, 2, 1, 1, 5, 1. ഓക്കെ, ഇതിൽ കുറെ പേര് 1, 1, 1 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറെ പേര് 5 എന്ന് പറയുന്ന ആൾക്കാരുന്നുണ്ട്, 10% പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഓക്കെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 1 എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ 1% എന്ന് പറയാനുള്ള റീസൺ എന്താ? ഓക്കെ, ഈ 10% എന്ന് പറഞ്ഞ ആളില്ലേ സുജിത്ത്, എന്താണ് ബ്രോ വൈ 10% റിസ്ക് ചെയ്യണത്? എന്തുകൊണ്ട് നമുക്ക് 50% റിസ്ക് ചെയ്തുകൂടാ? നമ്മള് അതേപോലെ 1:1 റിസ്ക് റിവാർഡിലല്ലേ മിനിമം? 1:1 നമുക്ക് എടുക്കാം, 1:2 എടുക്കാം. അത് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാലുള്ള റിസ്ക് ആണ് അല്ലേ? അവിടെയൊക്കെ ഈ 1:1, 1:3, 1:4 ഒക്കെ നമ്മൾ ചൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഈ 1:1 ഉദ്ദേശിക്കുന്ന കാര്യം 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ആണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോവുക. അപ്പൊ എനിക്ക് കിട്ടുന്ന റിവാർഡ് 1% ആയിരിക്കും. അഥവാ ഞാൻ $10 റിസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, $10 ആണ് ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ലഭിക്കുന്ന റിവാർഡും $10 ആയിരിക്കും, ഇൻ കേസ് അത് ടി പി അടിച്ച. അതേസമയം 1:3 ആയി കഴിഞ്ഞാൽ $10 ആയിരിക്കും ആ അക്കൗണ്ട്, ആ ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ പോവുക. പക്ഷെ ആ ട്രേഡ് ടി പി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ഡോളർ കിട്ടും? $30 കിട്ടും. ഇതാണ് ഈ 1:3, 1:5, 1:2, 1:1 എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചത് വേറെ ക്വസ്റ്റ്യൻ. ലൈക്ക് ഇവിടെ നമ്മളൊരു ക്യാപിറ്റൽ, ഈ ഒരു 1 ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ 1 തീരുമാനിച്ചല്ലോ. ഓക്കെ, ഈ 1 തീരുമാനിക്കുന്നതിനുള്ള അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. മിനിമം ലോസ് അഥവാ $1 ഉം, ലോസ് വരും maximum. ആ അഥവാ നമുക്ക് ഈ 5,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 5,000 അക്കൗണ്ടിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാ? 50. 50 അല്ലേ? അപ്പം ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് $50 ആണ് അവിടെ നഷ്ടപ്പെടുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡും ലോസ് ആണെന്ന് വിചാരിച്ചോ. എന്നാലും കണ്ണുകൂട്ടി നമ്മളൊരു 100 ട്രേഡ് എടുത്താൽ മാത്രമേ നമ്മളെ അക്കൗണ്ട് 100 ട്രേഡ്സ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ എന്താകത്തുള്ളൂ, ഈ ഒരു അക്കൗണ്ട് ഇവിടെ കൂട്ടി പോവുള്ളൂ. Loss out ആവും. ശരിയല്ലേ? വാഷ് ഔട്ട് ആവുള്ളൂ. അതേസമയം 10% എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, 10%ലാണ് ഒരാൾ റിസ്ക് ചെയ്യണത്. അഥവാ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ $500 അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി അയാൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അനുസരിച്ച് ജനറേറ്റ് ആവും. പക്ഷേ ഇയാൾക്ക് ഇവിടെ പോസിബിൾ ആയിട്ട് എത്ര ട്രേഡേ ഉള്ളൂ? 10 ട്രേഡല്ലേ ഉള്ളൂ. ഓക്കെ, അടുപ്പിച്ച് 10 ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി. ശരിയല്ലേ? അപ്പോ നമ്മൾ ഒരു ക്യാപിറ്റൽ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യം, ഞാൻ എത്ര പെർസെൻറ്റേജ് ഞാൻ ഈ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യും. ഈ ഒരു ട്രേഡ് മീൻസ് ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1% മുതൽ ഒരു മാക്സിമം ഓഫ് 2, ഓക്കെ, ഈ ഒരു പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ റിസ്ക് ചെയ്യാവൂ. അതിനെ കൂടുതൽ നല്ലത് 1% മാത്രം റിസ്ക് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, 1% മാത്രം റിസ്ക് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മുടെ കയ്യിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെന്റ് മാത്രമാണ്. മാർക്കറ്റിലുള്ള മൂവ്മെന്റ് ചിലപ്പോൾ നമുക്ക് എത്ര A++ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാം സാധ്യതകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മാർക്കറ്റ് മൂവ്മെന്റ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതേസമയം നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പ്രിസർവ് ചെയ്യാനും നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 1% മാത്രം നമ്മൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാവൂ. ഓക്കെ, 1% റിസ്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ട്രേഡിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലോട്ട് സൈസിന്റെ ഏരിയയിലേക്ക് കൂടി വരാം. കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ പറയാനുള്ളൂ. പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. അപ്പൊ നമുക്ക് ഒരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, മ്യൂട്ട് ചെയ്യണ ബ്രോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം നമ്മൾ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യണമെന്ന് നമ്മളോട് കണക്കാക്കി. ഓക്കെ, 1% ആണ് റിസ്ക് ചെയ്യുന്നത്. $5,000 ആണ് നമ്മുടെ അക്കൗണ്ടിലുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ഫിക്സ് ആക്കി. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എത്ര ലോട്ട് സൈസ് എടുക്കണം? 1 സ്റ്റാൻഡേർഡ് ലോട്ട് ആണോ, 1 മിനി ലോട്ട് ആണോ,
അല്ലെങ്കിൽ 1 മൈക്രോ ലോട്ട് ആണോ? ഇതിൽ ഏത് എടുക്കണം എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. ഇതിൽ ഏത് ലോട്ട് എടുത്താലാണ് ഞാനിപ്പോ ഒരു ട്രേഡ് കയറാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആ ട്രേഡ് കയറുമ്പോൾ ഇതിൽ ഏത് ലോട്ട് എടുത്താൽ മാത്രമാണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് ലോസ് ആയി കഴിഞ്ഞാൽ 1% മാത്രം പോവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനുള്ള ഈസി മെത്തേഡുകൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള വെബ്സൈറ്റ് ആണ്. ഓക്കെ, പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ബൈ എഫ്എക്സ് ബുക്ക്. മൈ എഫ്എക്സ് ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിളിൽ മൈ എഫ്എക്സ് ബുക്ക് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, മൈ എഫ്എക്സ് ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു മൈ എഫ്എക്സ് ബുക്കിന്റെ വെബ്സൈറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എഫ്എക്സ് കാൽക്കുലേറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇവിടെ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാൽക്കുലേറ്റർ, ഇവിടെ പിപ്പ് കാൽക്കുലേറ്റർ, ഫിബനോച്ചി കാൽക്കുലേറ്റർ എന്ന് പറയണം. അതിൽ ആദ്യത്തെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ ഡയറക്റ്റ് ഗൂഗിളിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെയും ക്ലിക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇവർ കുറച്ച് വാല്യൂസ് ചോദിക്കുന്നുണ്ട്. ഇവർ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറൻസി പെയർ ഏതാണ്, നമ്മൾ ട്രേഡ് ചെയ്യാൻ പോണ കറൻസി പെയർ ഏതാണ്, GBP USD ആണോ, അല്ല ഇനി ഗോൾഡ് ആണോ, അല്ല യൂറോ USD ആണോ, ഏതാ വേണ്ടത്, നമ്മൾ ഏതാണോ ട്രേഡ് ചെയ്യണേ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് അക്കൗണ്ട് കറൻസി ഏതാണ്. ഓക്കെ, അക്കൗണ്ട് കറൻസി ഏതാണ്? ഈ അക്കൗണ്ട് കറൻസി ഏതാണെന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഏതിലാണ് കിടക്കുന്നതെന്നാ, യൂറോയിലാണോ US ഡോളറിലാണോ? അപ്പൊ നമ്മൾ ഫോറക്സ് മാർക്കറ്റിലാവുമ്പോൾ നമ്മുടെ ബ്രോക്കറിൽ ഉണ്ടാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ US ഡോളറിലാണ് ഉണ്ടാവുക. അതിങ്ങനെ തന്നെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ അക്കൗണ്ട് സൈസ്. അവിടെ നിന്നാണ് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് 5000ന്റെ ഒരു അക്കൗണ്ട് ആണ്. 5000 ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി അവർ നെക്സ്റ്റ് ചോദിക്കുന്നതാണ് റിസ്ക് റേഷ്യോ, അഥവാ എത്ര പെർസെൻറ്റേജ് ആണ് ഞാൻ റിസ്ക് ചെയ്യുന്നത്, ഒരു ട്രേഡിൽ എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് ചെയ്യുന്നത്. അപ്പൊ 1% ആണെങ്കിൽ 1 എന്ന് കൊടുക്കാം. അവിടെ ഇപ്പം നിങ്ങൾക്കിപ്പം ഇത്ര ഡോളർ, ഇപ്പം നമുക്കറിയാം 5000 1% പറഞ്ഞാൽ $50 ആണ്. അപ്പൊ ഡോളറിന്റെ അളവിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ 50 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 1% എന്ന് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റോപ്പ് ലോസ് പിപ്പ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പിപ്പ്. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഗൈസ് കേൾക്കുന്നില്ലേ? നോ, എല്ലാവരോടും കൂടിയായിട്ട് ചോദിക്കുന്നേ. ഓക്കെ, നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം സപ്പോസ് ഞാനിപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തത്. ഞാൻ ഈ ഒരു ലൈൻ വരച്ച ഈ ഒരു ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തത്. ഇവിടുന്ന് ഒരു ബൈ ആണ് എടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ബൈ എടുത്തു കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ നിശ്ചയിക്കണം. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? എവിടെ ഞാൻ ഇതിന്റെ റിവാർഡ് എടുക്കും, അഥവാ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും അല്ലേ? ഇപ്പം ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഇവിടെ വരെ പോകും. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ ട്രേഡ് നിന്ന് ക്ലോസ് ചെയ്യും. ഇവിടുന്ന് ബൈ എടുത്തു, അഥവാ കുറഞ്ഞ വിലക്ക് നമ്മളൊരു സാധനം മേടിച്ച് അതിന്റെ പ്രൈസ് കൂടി വലിയൊരു പ്രൈസിൽ എത്തുമ്പോൾ നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് കിട്ടി അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടേക്ക് പ്രോഫിറ്റ് ഏരിയ, അല്ലെങ്കിൽ TP എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രി എക്സിറ്റ് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്ത ട്രേഡ് ക്ലോസ് ചെയ്യുന്ന ഏരിയ ആണെന്ത്? ഇത് TP ഏരിയ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് എന്തിലേക്കും വരാം, താഴേക്കും ഇറങ്ങി വരാം. പക്ഷെ താഴേക്ക് ഇറങ്ങി വന്ന് കുറെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? കുറെ പോകുന്തോറും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ മണി പോയിക്കൊണ്ടേയിരിക്കും അല്ലെ, മൈനസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1% മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, റിസ്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാക്സിമം പോയാൽ നമ്മളിപ്പം അനലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പം മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ്ലി ഇങ്ങനെ പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകാനായിരിക്കും സാധ്യത. ഓക്കെ, എന്നാലും പക്ഷേ ഇതിന് താഴേക്ക് വന്നാൽ പിന്നെ ഇനി മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന SMC-യിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കണം, അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, മാർക്കറ്റ് ഈ ഒരു ലൈനിന്റെ താഴേക്ക് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴേക്ക് തന്നെ പോവുള്ളൂ എന്ന് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പൊ ഇതുവരെ വരുന്ന നഷ്ടം എനിക്ക് സഹിക്കാം. ഓക്കെ, ഇതുവരെ വരുന്ന നഷ്ടം ഞാൻ ബിയറബിൾ ആണ്, കുഴപ്പമില്ല. അപ്പൊ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ എൻട്രി എടുത്ത മുതൽ നമ്മൾ നഷ്ടം സഹിക്കണ ഒരു ഏരിയ, മാക്സിമം ലാസ്റ്റ് വരെ പോകുന്ന ഒരു ഏരിയ, അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവണം. അപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ സിംപ്ലി എന്ത് വിളിക്കുക, സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പൊ നമ്മളിവിടെ TP ഏരിയ എന്ന് പറഞ്ഞതുപോലെ തന്നെ, ഓക്കെ അതെ, നമ്മളിവിടെ TP ഏരിയ എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് എന്ത്, സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ അനലൈസ് ചെയ്തപ്പം കണ്ടുവച്ചിട്ടില്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നം എന്താണ്, മാർക്കറ്റ് അങ്ങനെ താഴേക്ക് 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 പോകുമ്പോൾ നമ്മൾ ട്രേഡ് ഒന്നും ക്ലോസ് ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ കഴിഞ്ഞാൽ അത്രയും നഷ്ടം നമ്മുടെ അക്കൗണ്ടിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ TP ഏരിയയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്, സ്റ്റോപ്പ് ലോസ് പിപ്പാണ്. അഥവാ നമ്മൾ ട്രേഡ് എടുത്ത ഏരിയയിൽ നിന്ന് എത്ര പിപ്പ് താഴെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്തൊക്കെയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്ത ഏരിയയിൽ നിന്ന് എത്ര പിപ്പ് അകലെയാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്, ഇതാണ് ഇവിടെ ചോദിച്ചത്. ഓക്കെ, എത്ര പിപ്പ് മൂവ് ചെയ്താലാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക എന്നാണ് ഈ സ്റ്റോപ്പ് ലോസ് പിപ്പ് കൊണ്ട് ഇവർ ചോദിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ചാർട്ടിലേക്ക് വരാം. അപ്പോൾ ഈ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഇവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്, ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പിപ്പ് ഉണ്ട്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എത്ര പിപ്പ് ഉണ്ട്, ഇതാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൂൾ കാണാം, മെഷർ ടൂൾ. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ എവിടെയാണോ ട്രേഡ് എടുത്തത് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ നേരെ താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടോ, ഈ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് കണ്ടോ, 40.6 എന്ന് കണ്ടോ. ഓക്കെ, ഇതാണ് ആക്ച്വലി ഈ ഒരു ഞാൻ ട്രേഡ് എടുത്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റിന്റെ അഥവാ ഞാൻ നിശ്ചയിച്ച SL-ന്റെ ഏരിയ വരെയുള്ള ദൂരം, അഥവാ 40 പിപ്സ്. ഓക്കെ, ഈ 40 പിപ്സ് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്താലാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ച കാര്യം കിട്ടി, എത്ര പിപ്പ് മൂവ് ചെയ്താലാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാനിവിടെ എത്രയാണ് കിട്ടിയേ, 40. അത് ഞാനിവിടെ നേരെ കൊടുക്കുന്നു, എന്നിട്ട് കാൽക്കുലേറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവര് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നു എന്ത്, നിങ്ങൾ ഏത് ലോട്ട് എടുത്താൽ മാത്രമേ ഇത്ര പിപ്പ് മൂവ് ചെയ്താൽ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് $50 പോവുള്ളൂ എന്നുള്ള കാര്യം. ഇവിടെ അവർ കാണിച്ചെന്ന സൈസിങ് എന്നുള്ളിടത്ത് അവർ കാണിച്ചെന്നത് എന്താണ്, 0.13 ലോട്ട് എന്നാ, അല്ലേ, 0.13 ലോട്ട്. അതായത് ഇത് ഏതാണ്, മിനി ആണോ മൈക്രോ ആണോ, ഏതാണ്? അപ്പൊ ഇവിടെ മിനി ലോട്ടാ, അല്ലേ, മിനി ലോട്ടാണ്. അത് 0.13 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബൈ ചെയ്ത ഏരിയയിൽ നിന്ന് 40 പിപ്പാണ് സ്റ്റോപ്പ് ലോസിലേക്കുള്ളത്. ഓക്കെ, ഈ 40 പിപ്പ് മൂവ് ചെയ്യുമ്പം എനിക്ക് ഇവിടെ എത്തി, മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തു, മുകളിലേക്ക് മൂവ് ചെയ്യണമായിരുന്നു, പക്ഷെ പകരം മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പം അക്കൗണ്ടിൽ നിന്ന് $50 മാത്രമേ പോവാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എടുക്കാവൂ, 0.13 ലോട്ട് മാത്രമേ ഇവിടെ എടുക്കാവൂ. അതാണ് സിംപിളി ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു 40 മാറ്റിയിട്ട് ഞാൻ
നമ്മൾ നോക്കിയപ്പോൾ എൻ്റെ പിപ്സ് എത്രയേ ഉള്ളൂ, 4 പിപ്പേ ഉള്ളൂ. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1.25 ലോട്ട്. അതായത് ഇവിടെ എനിക്ക് സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കാൻ പറ്റും, പക്ഷേ 4 പിപ്പ് മൂവ് ചെയ്താലാണ് സ്റ്റോപ്പ് ലോസ് വരിക. എന്നാലും സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എത്രയേ പോവുള്ളൂ? 50 പോവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു എൻ്റെ പിപ്പ് ഒരു 400 പിപ്പാണെന്ന് വെച്ചോ. ഓക്കെ, അവിടെ എനിക്ക് എത്ര മിനിമം ലോട്ടായിട്ടുള്ള 0.01 ലോട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പം ആദ്യം നിശ്ചയിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ഞാൻ അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്, എത്ര റിസ്ക് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അതിലേക്ക് എത്ര പിപ്പ് ദൂരമുണ്ട്. ഇത് രണ്ടും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ആണ് മൈ എഫ് എക്സ് ബുക്കിന്റെ ഫോറക്സ് കാൽക്കുലേറ്ററിലെ പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടിയോ? ഈ പറയുന്ന പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ചെയ്യാതെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ്സ് ഒക്കെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ ട്രേഡ് എടുക്കുക എന്നല്ലാണ്ട് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിലായാലും നമ്മൾ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ലോട്ട് സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കാം, ചിലപ്പോൾ മിനി ലോട്ട് എടുക്കേണ്ടി വരും. അത് അക്കോർഡിംഗ് ടു വാട്ട് അക്കൗണ്ട് സൈസ്, നമ്മൾ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യുന്നുണ്ട്, എത്ര സ്റ്റോപ്പ് ലോസ് പിപ്പ് ഉണ്ട്, ഈ 3 കാര്യങ്ങളായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഡൗട്ട് ഉള്ളവർക്കൊക്കെ ചോദിക്കാം. മൈക്ക് ഓപ്പൺ ആക്കി ചോദിച്ചോളൂ കേട്ടോ. അതെ. ചോദിക്കട്ടെ. ബ്രോ ചോദിച്ചു. ആ ആദ്യം നമുക്ക് പക്ഷെ ഇത് അറിഞ്ഞാലല്ലേ പോയിട്ട് നമുക്ക് അവിടെ പോയി ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ഇത് അതെ. കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഏത് സ്റ്റോപ്പ് ലോസ് പിപ്പോ? ആ അതെ. അല്ല, നമ്മള് ആദ്യം ഈ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിൽ ഇട്ട് അതെ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതെ, അത് നമുക്ക് ചെയ്യാം. അതായത് ഈ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിൽ ആദ്യം ഇത് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലേ ബ്രോ ചോദിച്ചേ? അതെ അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 40ന്റെ എങ്ങനെ അറിയാം? നമ്മൾ ഫസ്റ്റ് ഉള്ളിൽ അതെ, ഓക്കെ, മനസ്സിലായി. അഥവാ ഈ 40 ആണോ 400 ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയാന്നല്ലേ ബ്രോ ചോദിച്ചേ? അതെ അതെ, ഫസ്റ്റ് ഇത് തുടങ്ങി കഴിഞ്ഞ പിന്നെ നമ്മൾ അവിടെ പോയി പിന്നെ വരാൻ പറ്റില്ലല്ലോ. അതെ, നമ്മള് അതാണ് ഞാൻ ഉള്ളിൽ ബ്രോ പോകും. അതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു അനാലിസിസ് നടത്തും, അല്ലേ? മാർക്കറ്റ് ആദ്യം ഈ ചാർട്ട് വെച്ചിട്ട് ഒരു അനാലിസിസ് നടത്തും. ഓക്കെ, ആ അനാലിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയ കിട്ടും. മാർക്കറ്റിൽ നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് ബൈ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഞാൻ ഒരു ബൈ എടുക്കാന്ന് വിചാരിച്ചോ. ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ ഇവിടെ അല്ലേ ഉള്ളേ, ഇവിടുന്ന് ഞാൻ ബൈ എടുക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, സിംപിളി ഞാൻ, ബ്രോ കേൾക്കുന്നില്ലേ? കേക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇവിടുന്ന് ഞാൻ ബൈ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, എനിക്ക് ഇവിടെ എത്ര ലോട്ട് എടുക്കണം എന്ന് അറിയണം. അപ്പൊ എനിക്ക് അതിന് എന്തൊക്കെ വേണം? എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യണമെന്നുണ്ടെന്ന് വേണം. അതേപോലെ സ്റ്റോപ്പ് ലോസ് പിപ്പ് എത്രയെന്ന് കിട്ടണം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞ കാര്യമാണ്. എത്രയാ? 1%. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ട എന്താ? ഈ സ്റ്റോപ്പ് ലോസ് പിപ്പ. ഇത് കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു പൊസിഷൻ സയൻസ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് പോയിട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അനാലിസ് നടത്തും, അല്ലേ? അനാലിസ് നടത്തിയിട്ട് നമ്മൾ എവിടുന്ന് വാങ്ങണം, എവിടെ TP വെക്കണം, എവിടെ SL വെക്കണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കൂലേ? ആ ഒരു അനാലിസ് പ്രോസസ്സ് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല. അനാലിസ് എന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് അനാലിസ്, ചാർട്ടിന്റെ ഓരോ ഏരിയാസ്, ലിക്വിഡിറ്റി ഉള്ള ഏരിയാസ്, മാർക്കറ്റിൽ മൂവ്മെന്റ് കിട്ടുന്ന ഏരിയാസ്, മാർക്കറ്റ് റിവേഴ്സൽ ആയാൽ എവിടെ വരെ വരാം എന്നുള്ള എന്നൊക്കെ അറിയുന്ന അതിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് വിളിക്കുക. അതാണ് ആക്ച്വലി നമ്മൾ ഈ SMCയുടെ ഇതിപ്പോൾ ബേസിക്സ് ആണ്. നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കാര്യമാണ് ഈ അനാലിസിസ് പാർട്ട്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഞാൻ പറയാണ്, നമ്മളിപ്പോൾ ഇവിടുന്ന് അനാലിസിസ് നടത്തിയെന്ന് വിചാരിക്കുക. അനാലിസിസ് നടത്തി നമ്മൾ ബൈ ചെയ്യാനുള്ള ഏരിയ ഇവിടെയാണെന്ന് കണ്ടെത്തി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഏരിയ ഇവിടെയാണെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ അനാലിസിസ് പ്രകാരമാണ് ഇത് നിശ്ചയിക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, നമ്മുടെ TP ഇവിടെയാണ് എന്നുള്ളത് നമ്മുടെ അനാലിസിസ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ ഇതിവിടെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ തന്നെ ഒരു ടൂൾ ഉണ്ട്, കണ്ടോ? മെഷർ ടൂൾ എന്ന് പറഞ്ഞ ടൂള്.
നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ മെഷർ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബൈ ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ആ സ്റ്റോപ്പ് ലോസ് വരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എത്ര കാണിച്ചു? 43. 43.8 എന്ന് കാണിച്ചു, കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് ഈ 43 അല്ലെങ്കിൽ ആ 40 എന്ന് കിട്ടുന്നത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്തറിയണം? അനാലിസിസ് ചെയ്യാൻ പഠിക്കണം, അല്ലെ? അനാലിസിസ് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം നമുക്ക് അറിയുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ആ ഒരു അനാലിസിസ് പാർട്ടിലേക്കാണ്. അപ്പോൾ ആ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ ടി പി വെക്കണം, എവിടെ എസ് എൽ വെക്കണം, എവിടുന്ന് എൻട്രി എടുക്കണം. മനസ്സിലായോ? ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ, മനസ്സിലായി ക്ലിയർ ആണോ മനസ്സിലായി. പറഞ്ഞ കാര്യം? ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയർ ആയി. ഓക്കെ. ഓക്കെ. അതേപോലെ മൈ എഫ് എക്സ് ബുക്ക് പെയ്ഡ് അല്ല, മൈ എഫ് എക്സ് ബുക്ക് ഇതാണ് കേട്ടോ, ഫ്രീ വെബ്സൈറ്റ് ആണ്. ഓക്കെ. പിന്നെ എസ് എൽ കാൽക്കുലേഷൻ ഫ്രം ചാർട്ട്, അതെ, എസ് എൽ കാൽക്കുലേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ടൂള് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് ലോങ് ടൂള്. ഓക്കെ. ഞാൻ ഇവിടെ നിന്നാണ് ബൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഞാൻ ടി പി വെക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക, എൻ്റെ ടി പി പോയിന്റ്. ഈ എസ് എൽ പോയിന്റ് ഇവിടെയാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഈ ടൂൾ ക്രമീകരിക്കാം. ആക്ച്വലി ഈ ഒരു ടൂൾസ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടേ, ഏതൊക്കെയാണ് ഈ ടൂൾസ് എന്നുള്ളതൊക്കെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. നോക്കട്ടെ, അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. നമ്മളുടെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് വ്യൂ തന്നെ, ഈ ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഇതിലാണ് നമ്മൾ ഫുൾ അനാലിസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യണം, ഫോറക്സിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഇവിടെ പേയേഴ്സിനെ സെലക്ട് ചെയ്യുക, ഏതൊക്കെ ടൂൾസ്, ഇതാ ഇങ്ങനെ ഒരു ടൂൾ ബാർ ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഓരോ ടൂൾസും നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഒരു കാര്യം ആ ഒരു വീഡിയോന്റെ അകത്തുണ്ട്. ഓക്കെ. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഈ ട്രേഡിംഗ് വ്യൂ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. ആ ട്രേഡിംഗ് വ്യൂവിന്റെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓക്കെ, ഇവിടെ പോസ്റ്റ് ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ലൈന് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. എസ് എൽ പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്. ആ സ്റ്റോപ്പ് ലോസ് എനിക്കറിയാം. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഡയറക്റ്റ്ലി മൂവ് ചെയ്യാൻ സാധ്യതയല്ല, ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം ഇതുവരെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ആ നഷ്ടം സഹിക്കും. പക്ഷെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ നഷ്ടം ഞാൻ സഹിക്കൂല, എൻ്റെ ട്രേഡ് അവിടെ ക്ലോസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്? എസ് എൽ. ഓക്കെ. അപ്പോൾ ആ എസ് എൽ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ഓക്കെ. ഇനി എനിക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഏറ്റവും ടോപ്പിൽ ഏരിയ ഉണ്ട്. ഇവിടെയാണ് എൻ്റെ ടി പി പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനനുസരിച്ച് ഈ ഒരു ടൂൾ കണ്ടോ നിങ്ങൾ, ഈ എൽ എന്ന് എഴുതിയിട്ടുള്ള ടൂള്, ഇതാണ് ലോങ് പൊസിഷൻ ടൂൾ എന്ന് പറഞ്ഞ ടൂള്. ഓക്കെ. നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് പൊസിഷൻ ടൂൾ എന്ന് വരിക. അപ്പോൾ എസ് എല്ലിന്റെ ഏരിയ മുകളിലായിരിക്കും, ബൈ ചെയ്യുന്നതിന്റെ ഏരിയ ലോങ് ടൂളിൽ താഴെയായിരിക്കും. ഓക്കെ. ഇനി ഈ ടൂളിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ സ്റ്റോപ്പ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 44.6 എന്ന് കണ്ടോ? ഇതാണ് ആക്ച്വലി ഈ സ്റ്റോപ്പ് ലോസിന്റെ പിപ്പ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ വരെയുള്ള സ്റ്റോപ്പ് ലോസ് പിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 44.6 ആ. ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ. മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പിപ്പാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുക? 63.1 പിപ്പ് അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ പിപ്പിന്റെ വാല്യൂ ഒന്നുകിൽ ഈ ടൂൾ ഉപയോഗിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ ലോങ് ടൂൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഒന്നും വേണ്ട, ജസ്റ്റ് സിംപ്ലി എവിടെയാണോ എൻട്രി എടുക്കുന്നത് അവിടെ നിന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ടി പി ഏരിയയും എസ് എൽ ഏരിയയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിന്റെ താഴെയുള്ള ഈ സ്റ്റോപ്പ് എന്ന് കഴിഞ്ഞ് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ വാല്യൂ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിപ്പ്. ഈ ടാർഗറ്റിന്റെ അവിടെ ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂ, ഈ ഒരു ഏരിയയാണ് എന്ത്? ഈ വാല്യൂ ആണ് ടി പി പോയിന്റ് എന്ന് പറയുന്നത്, ടി പി പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ 45.4 അല്ലേ കിട്ടിയേ? ഞാൻ ജസ്റ്റ് അത് 45.4 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ലോട്ട് എടുക്കാം? 0.11 ലോട്ട് എടുക്കാം. ഓക്കെ. 0.11 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നേ? ഏതാ വരുന്നേ? മിനി ആണോ മൈക്രോ ആണോ? മൈക്രോ ആണോ?
മിനി അല്ലേ ബ്രോ? 0.11. ഓക്കെ, അപ്പോൾ 0.11 ലോട്ട് എടുക്കും. അഥവാ ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എത്രയാ? $1 ആയിരിക്കും എനിക്കവിടെ പ്രോഫിറ്റ് കിട്ടുക. അപ്പം 63 പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 63 പോയിന്റ് എത്ര കിട്ടും? എത്രയായിരിക്കും വരിക? എത്ര ഡോളർ കിട്ടും എനിക്കിവിടെ? $69.96 ആയിരിക്കും എനിക്കവിടെ പ്രോഫിറ്റ് കിട്ടുക. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ മാത്സ്? കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് ടൂളിന്റെ പ്രത്യേകത. ഈ ഒരു ടൂളും ഉപയോഗിക്കാം, നമുക്ക് ഈ ലോങ് ടൂളും ഷോർട്ട് ടൂളും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ചെറിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആണല്ലേ? റിസ്ക് മാനേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് SL അടിക്കൂലേന്നോ? അത് ബ്രോ ചോദിച്ചാൽ മനസ്സിലായില്ല. നിയാസ് ബ്രോ എന്താണ് ചോദിച്ചത്? മനസ്സിലായില്ല. അല്ല നമ്മള് മൈക്കോപ്പ്. എക്സെല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ 0.01 ടോപ്പിക് ഇടണം. ചെറിയ എമൗണ്ട് ആകുമ്പോൾ അതല്ലേ പറ്റുള്ളൂ. അപ്പൊ എസ് എൽ പെട്ടെന്ന് എക്സെൽ അടിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോഴേ ആ റിസ്ക് മാനേജ്മെന്റ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. ആ അതായത് 1%, ഇപ്പൊ ഒരു $20 ഒക്കെ ആണെങ്കിൽ ഓ, വൺ അങ്ങനെ പെർസെന്റേജ് അങ്ങനെ, യെസ് യെസ്. ആ, ഓക്കെ, മനസ്സിലായി. അഥവാ ഇപ്പോൾ ബ്രോന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ സപ്പോസ് $50 ഉള്ളൂ. ഓക്കെ, $50 ഉണ്ടാവുമ്പം നമുക്ക് അതിന്റെ 1% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയേ വരുള്ളൂ? 50ന്റെ 1% എത്ര? $5. 5 ഉണ്ടോ? 0.5 ഉള്ളൂ അല്ലേ? അപ്പം 0.5. 0.5 ആകുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ റിസ്ക് ഇവിടെ മാനേജ് ചെയ്യുമ്പം സ്റ്റോപ്പ് ലോസ്, അഥവാ നമ്മളിവിടെ ഈ ഒരു റിസ്ക് മാനേജ്മെന്റിൽ പോയി നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം $50 ആണ് ഇവിടെ സ്റ്റോപ്പ് ലോസ്. ഞാനൊരു സപ്പോസ് ഒരു 15 പിപ്പ് ഉണ്ട് സ്റ്റോപ്പ് ലോസ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അവിടെ ലോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കണ്ടോ? 0 ലോട്ട്. ഓക്കെ, അപ്പോൾ മിനിമം നമ്മളൊരു 100 അല്ലെങ്കിൽ 200 വെച്ച് തുടങ്ങണം. ഓക്കെ, മിനിമം ഒരു $100 എങ്കിലും അക്കൗണ്ടിൽ ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ നമസ്കാരം. ആ, പ്രോബ്ലം. നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5,000 റുപ്പീസ് ആ, ഇട്ടിട്ട് അതിനകത്ത് പ്ലസ് 100% അല്ലേ ലിവറേജ് എന്ന് പറഞ്ഞത്? 100 ടൈംസ് എങ്ങനെ? അല്ലേ? 100 10 ടൈംസ് ടൈംസ് ഉണ്ട്, ആണോ 100 ടൈംസ്? 200 ടൈംസ് ഉണ്ട്, 300 ടൈംസ് ഉണ്ട്, അപ്പൊ ഒക്കെ ഉണ്ട്. അല്ല, അപ്പൊ 100 ടൈംസ് ഞാൻ ലിവറേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 5 ലാക്സ്. അപ്പൊ ആ, എനിക്കതിന്റെ എത്രയാ, $50,000 അങ്ങനെയല്ലേ കിട്ടുള്ളൂ? $5,000 കിട്ടുള്ളൂ എന്നോ? അതെ. എത്ര ഡോളർ കിട്ടുക? കണക്കിൽ ഞാൻ വീക്കാണ്. ഏഹ്, 5,000 റുപ്പീസ് ഞാൻ എടുത്ത് എൻ്റെ കയ്യിലുണ്ട്. ആ, ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്യാണ്. 5,000 ഇന്ത്യൻ റുപ്പി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ 100 ടൈംസ് ലിവറേജും കിട്ടുമ്പോൾ 5 ലാക്സ് ആയല്ലോ. അല്ല ബ്രോ, 5,000 ബ്രോ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവിടെ എത്ര ഡോളറാ വരിക? 10. $10 വരുള്ളൂ. $10. അതെ. 10ന്റെ 100% ആണ് അവിടെ ലിവറേജ് വരിക അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ $100 അല്ലേ? 10ന്റെ 100 എന്ന് പറയുമ്പോൾ $1,000. $1,000. ഓക്കെ ആ, ഓക്കെ ഓക്കെ. അപ്പൊ $1,000 അകത്തുള്ള പൊസിഷൻസേ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന് അവിടെ അർത്ഥാക്കുന്നത്, ആ ലിവറേജ് കൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ, ഓക്കെ, ഡോളർ ഒരു കണക്കിട്ട്. അതെ അതെ, നമ്മൾ ഈ ഒരു പൊസിഷൻ സൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിവറേജിന്റെ കാര്യം വിടുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അക്കൗണ്ടിൽ എത്രയുള്ളത് അതിന്റെ പെർസെൻറ്റേജ് മാത്രം കണക്കാക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ 5,000 ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അത് സ്റ്റാൻഡേർഡിലോട്ട് എടുക്കാൻ പറ്റുമോ? അത് അക്കോർഡിംഗ് ടു ബ്രോന്റെ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്റ്റോപ്പ് ലോസ് പിപ്പ് അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഓക്കെ. ഇപ്പൊ ഈ ഒരു $10 അല്ലേ അവിടെ വരുള്ളൂ. $10 1% റിസ്ക് ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പിപ്പ് ഞാനൊരു സപ്പോസ് ഒരു 10 പിപ്പാണ് സ്റ്റോപ്പ് ലോസ് നിൽക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എടുക്കാൻ പറ്റുമോ? ഇവിടെ 0 ആണ് വരുന്നത്, ഓക്കെ. കണ്ടോ? ഓ. ഓക്കെ,
അപ്പോൾ അത് ഞാൻ പറഞ്ഞു, മിനിമം നമ്മളെ ഒരു അക്കൗണ്ടിൽ ഒരു $100 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രോപ്പർ വൺ റിസ്ക് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഒരു 1 to 3, മാക്സിമം ഓഫ് 3, ഇതിന് കൂടുതൽ നിങ്ങൾ റിസ്ക് ചെയ്യരുത്. ഓക്കെ, ഓക്കെ ഓക്കെ. ക്ലിയർ അല്ലേ? 0.13 എന്നത് $13 അല്ലേ? 0.01 അല്ലേ $1? പ്രശാന്ത് ബ്രോ ചോദിച്ചത് മനസ്സിലായില്ല. ആ ഒരു സ്റ്റോപ്പ്, പിന്നെ TP പോയിന്റ് ആണോ, പിപ്പിന്റെ കാര്യമാണോ ചോദിച്ചേ, അതോ ലോഡ് സൈസിന്റെയോ? ഹലോ ബ്രോ, കേൾക്കാവോ? ലോഡ് സൈസ് 0.13 ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 0.13 ലോട്ട് അവിടെ എടുത്തു. ഓക്കെ, 0.13 ലോട്ട് എന്ന് പറഞ്ഞാൽ മിനി ലോട്ടാണ്. ഓക്കെ, ഈ മിനി ലോട്ടിൽ ഒരു പിപ്പ് മൂവ് ചെയ്താൽ $1 ആണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ TP പോയിന്റ്, സപ്പോസ് TPയിലേക്കുള്ള പിപ്പ് ഒരു 100 പിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മളെ SLലേക്കുള്ള പിപ്പ് ഒരു 50 പിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. SL അടിക്കാൻ 50 പിപ്പ് താഴേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യണം. TP അടിക്കാൻ 100 പിപ്പ് മൂവ് ചെയ്യണം. ഓക്കെ, 0.13 എന്ന് പറയുന്നത് ലോഡ് സൈസ് ആണ്, ഡോളറിന്റെ കണക്കോ ഒന്നുമല്ല, ലോഡ് സൈസ് ആണ്. അവിടെ നമുക്ക് ഒരു പിപ്പ് മൂവ് ചെയ്താൽ $1 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അടിച്ചു, 100 പിപ്പ് കിട്ടി. 100 പിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ, ഓക്കെ, 100 പിപ്പ് കിട്ടി കഴിഞ്ഞാൽ എത്രയായി? 100 ഇൻറ്റു 1.3, $130 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. എങ്ങനെയാ $10 അപ്പോൾ 50 വരില്ലേ? 5000 എത്രയാ ഇപ്പോഴത്തെ കറന്റ് റേറ്റ്? എത്രയാ? $1 അറൗണ്ട്, $1 അറൗണ്ട് 100 അല്ലേ? 95 ആ റേഞ്ച്. 96. ഓക്കെ, അപ്പോ 5000 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? $50 വരും അല്ലേ? ആ, ഓക്കെ 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 ബ്രോ, ഞാനത് മാറിയതാണ്, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ബ്രോ പറഞ്ഞത് കറക്റ്റാ, ഷെവിൻ ബ്രോ ഓക്കെയാണ്. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ നമ്മൾ ഈ ഒരു റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറേ ലാഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓൾറെഡി എല്ലാവരും കിളി പോയിരിക്കുകയാണോ? വേറെ ആരൊന്നും ചോദിക്കണില്ല. ഈ ലോഡ് സൈസ് പറഞ്ഞത് മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൊസിഷൻ സൈസിങ്ങും മനസ്സിലായോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണ്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. സാർ ഒരു ഡൗട്ട്, ആ, ഈ ബ്രോ ലോട്ട് ചോദിച്ചോ. സൈസും അതേപോലെ കറൻസി പെർ, അതിൻ്റെ ഡിഫറൻസ് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കില്ലേ വരിക? അതെ, അതായത് ഓ, ഇപ്പം USD ഒരു ലോട്ട് എന്ന് പറയുന്ന എമൗണ്ട് ഇത്ര ഇതായിരിക്കും. അതേപോലെ തന്നെ USD JPY എന്ന് പറയുന്നത് വേറെ എമൗണ്ട് അതെ ആയിരിക്കില്ലേ വരിക? അതെ അതെ, അത് ശരിയാണ്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കറൻസി പെയർ എന്ന് എടുക്കുമ്പോൾ ഈ USD ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത്, കറൻസി പെയറിന്റെ പേര് അവർ ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മളിപ്പം USD JPY എന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ USDയിൽ 10 സ്റ്റോപ്പ് ലോസിന് ചിലപ്പോൾ നമുക്ക്, ഇപ്പൊ ഞാനിവിടെ ഒരു 5000 അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പിപ്പ് 10 ആണ്. ഇവിടെ എനിക്ക് എത്ര എടുക്കാം? 0.5 ലോട്ട് എടുക്കാം. അതേസമയം ഞാനത് USD JPYയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര എടുക്കാം? കണ്ടോ, 0.81 ലോട്ട് എടുക്കാം. അത് ഡിഫറൻസ് ആണ്. പക്ഷെ ഇവിടെ മാറാത്തൊരു കാര്യം ഒന്നേ ഉള്ളൂ, ഈ 1% റിസ്ക് എന്നുള്ള കാര്യം. ഓക്കെ, നമ്മളെ ക്യാപിറ്റൽ എത്രയാണോ 1% റിസ്ക്, ആ 1% റിസ്ക് എന്നുള്ളത് മാത്രം മാറ്റരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും മാറ്റി കൊടുക്കണം, കാരണം അതിലൊക്കെ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ബ്രോ? ക്ലിയർ ആയി ക്ലിയർ ആയി. Excuse me, bro. ആ, കേക്കാം കേക്കാം. Bro, I just want to know, in market us, how can we do this position sizing under?
സോറി, once again. During market hours, how can we Okay. do this position sizing? നമ്മൾ ഓൾറെഡി മലയാളത്തിൽ പറഞ്ഞോട്ടെ, നമ്മൾ ഓൾറെഡി ഈ അനാലിസിസ് കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഓക്കെ, Okay. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു SMC സെറ്റപ്പിൽ, SMCയിൽ നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോൺ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കൂട്ടോ. ഓക്കെ, ആ ഒരു സപ്ലൈ സോണിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ എൻട്രി എവിടെയാണ്, അതേപോലെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, അതേപോലെ ടാർഗറ്റ് Okay, fine. എവിടെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. Okay. Everything Okay. was prefixed. അപ്പോൾ ആ ഒരു ഏരിയയിൽ വന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ. ഇനി Okay. സ്കാൾപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നോക്കിയ സമയത്ത് നമുക്ക് ഇവിടെ നോക്കണ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി ഫിക്സഡ് അല്ല കാര്യങ്ങൾ. ഓക്കെ, ഓൾറെഡി ഫിക്സഡ് അല്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ എൻട്രി പൊസിഷനിലെത്തി, നമുക്ക് പെട്ടെന്ന് എൻട്രി കയറും വേണം. അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് എൻട്രി എടുക്കാൻ MT5 എന്ന ഇത് കേട്ടിട്ടുണ്ടോ? MT5നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഒരു ടെർമിനൽ നമ്മൾ മോസ്റ്റ്ലി Yeah. ട്രേഡ്സ് ഒക്കെ പുഷ് ചെയ്യുക ഈ ഒരു ടെർമിനലാണ്. ഈ ടെർമിനൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഐ തിങ്ക് ആ വീഡിയോന്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ MT5ൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കാൽക്കുലേഷൻ പോലെ നടത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. Okay, Okay. fine. Thanks. Thank you. ആ വീഡിയോ ഉണ്ട്. ഓക്കെ, ബിറ്റ് കോയിനിൽ SMC വർക്കൗട്ട് ആവും, എന്താ സംശയം? ഇഫ് വി ഹോൾഡ് വൺ ട്രേഡ് ഫോർ 3 days, ഡു വി ഹാവ് ടു സെറ്റിൽ SL എവറി ഡേ ഓർ വൺ ടൈം ഓൺലി? ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി ബ്രോ. കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യുന്ന പോലെ, ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ നമ്മൾ 1 day കഴിഞ്ഞ് അടുത്ത ഡേ 1 day അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അന്നാന്ന് തന്നെ ഒറ്റ ദിവസം, ആ ഒരു ദിവസം ഇപ്പൊ നമ്മൾ ഇന്നാണ് ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ക്ലിയർ ആയി. പിന്നെ നമ്മൾ എപ്പോഴാണോ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ആ സ്റ്റോപ്പ് ലോസ് നമ്മളായിട്ട് റിമൂവ് ചെയ്യണേ, അപ്പോൾ മാത്രമേ ആ സ്റ്റോപ്പ് ലോസ് അവിടെ നിന്ന് റിമൂവ് ആവത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? വേറെ ഡൗട്ട്സ് ഉണ്ടോ? അതെ, ഈ പിപ്പിന്റെ കാര്യത്തിൽ ഒരു സംശയം. ഇപ്പൊ 161.28 അല്ലേ? ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടത് 1.43